അങ്ങനെ കരപ്പോര് കടുക്കുകയാണ്. NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ കൂടി വന്നതോടെ മത്സരചിത്രം വ്യക്തമാകുന്നു. ആം ആദ്മിക്കും 2020ക്കും സ്ഥാനാർത്ഥി കൂടി ഇല്ലാതാവുന്നതോടെ ആ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നതും ആകാംക്ഷയാകുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. കേരളയിൽ റഫറൻഡം, സർക്കാർ ഹിതപരിശോധന എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെയും അതൊന്നും തൃക്കാക്കരയിൽ ചർച്ചയാവുന്നില്ലെന്ന് മാത്രമല്ല, ചർച്ച ആ സഭാവിവാദത്തിൽ കിടന്ന് കറങ്ങുകയുമാണ്. ഇന്നേക്ക് 23-ാം നാൾ തൃക്കാക്കര ബൂത്തിലേക്ക് പോകുമ്പോൾ ഒരു ടൈറ്റ് ഫൈറ്റ് എന്നതിലേക്ക് എത്തിയോ കരപ്പോര്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. എൻകൗണ്ടർ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്ന്, ആം ആദ്മിയും 2020യും സ്ഥാനാർത്ഥിയെ നിർത്താതെ മത്സരത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ആ വോട്ടുകൾ ആർക്കാണ് ഗുണകരമാവുക? 2, കുരിശു കണ്ടാൽ പ്രതിപക്ഷ നേതാവിന് ഹാലിളക്കം എന്ന് കടത്തി പറയുകയാണെന്ന് P. രാജീവ്. ചർച്ചകളെ അങ്ങനെ സാമുദായിക നിറത്തിൽ തന്നെ നിർത്തേണ്ടത് ആരുടെ താല്പര്യമാണ്? 3, സഭാവിവാദത്തിൽ LDFന്റെ കെണിക്കുഴിയിൽ വീണ കോൺഗ്രസ് തിരിച്ചു കയറാനാവാത്തവണ്ണം പെട്ടുപോയിട്ടുണ്ടോ? 4, കേരളയിലും രണ്ടാം പിണറായി സർക്കാരിന്റെ ജയപരാജയങ്ങളും ഇന്ധന പാചകവാതക വിലവർദ്ധനവടക്കം പൊള്ളുന്ന വിഷയങ്ങൾ പേരിനെങ്കിലും ഇപ്പോഴും ചർച്ചയാവാത്തത് എന്തുകൊണ്ടാണ്? 5, മുതിർന്ന നേതാവ് AN രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള BJP തീരുമാനത്തിലൂടെ തൃക്കാക്കരയൊരു ത്രികോണ പോരിലേക്ക് പോകുന്നുണ്ടോ? പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ അതിഥികൾ അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ VV രാജേഷ്, ശ്രീ ഷാജഹാൻ ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, ശ്രീ N. ലാൽകുമാർ എന്നിവർ ചേരുന്നു. ഞാൻ ആദ്യം ശ്രീ അരുൺകുമാറിലേക്ക് പോകുന്നു. ശ്രീ അരുൺകുമാർ, ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആം ആദ്മി പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ല എന്നുള്ളതാണ്. തൊട്ട് പിന്നാലെ വന്നു T20ക്ക് സ്ഥാനാർത്ഥിയില്ല എന്നുള്ള കാര്യം. രണ്ടുപേരോട് ചേർന്നാൽ 10-20,000 വോട്ടുള്ള ഒരു മണ്ഡലമാണ് തൃക്കാക്കര. ഓരോ വോട്ടും നിർണായകമാവുന്ന രീതിയിലേക്ക് പ്രചരണം കടുക്കുകയാണ്. ഇലക്ഷൻ പോവുകയാണെങ്കിൽ ആർക്കാണ് ഈ സ്ഥാനാർത്ഥി ഇല്ലാതാവുന്നത് ഗുണകരമാവുക? ശരൺകുമാർ, ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണെന്ന് ഏറ്റവും ആദ്യം തന്നെ LDF പ്രഖ്യാപിച്ചതാണ്. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പോൾ ഇൻഫോ പാർക്ക്, അതുപോലെ തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോൺ, സ്മാർട്ട് സിറ്റി എല്ലാം അടങ്ങുന്ന ഒരു ഭരണസ്ഥിരാകേന്ദ്രമായിട്ടുള്ള കാക്കനാട് കളക്ട്രേറ്റ് എല്ലാം ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഉള്ള, അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരായ വോട്ടർമാർ 18-നും 25 വയസ്സിനും ഇടയിലുള്ള കന്നി വോട്ടർമാർ നിരവധിയുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ ഈ എണ്ണക്കുറവ്, അല്ലെങ്കിൽ ചില പാർട്ടികൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കുന്നതെല്ലാം വികസനത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന LDFന് ഗുണകരമാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം കൂടുതൽ വികസന അജണ്ടയാണ് LDF മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉണ്ടായാൽ ഏറ്റവും പ്രയോജനമുണ്ടാകുന്ന ഒരു മണ്ഡലം ഈ തൃക്കാക്കരയാണ്. ഇപ്പോൾ ദേശീയപാതയുടെ വികസനം പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ കൊച്ചി മെട്രോ ഇപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു വരുന്ന ഘട്ടം, അതുപോലെ തന്നെ സിൽവർ ലൈൻ്റെ സ്റ്റേഷൻ തൃക്കാക്കരയിൽ വരുന്നു. ജല മെട്രോ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. കൊച്ചിയിലെ 10 ദ്വീപുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള 38 സ്റ്റേഷനുകൾ വരുന്ന 76 കിലോമീറ്ററുള്ള ജല മെട്രോ വരുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന മണ്ഡലം എന്ന രൂപത്തിൽ ഇത് ചെറുപ്പക്കാർ വികസനത്തിനൊപ്പം നിൽക്കും. കൂടുതൽ ആളുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സാബു ജേക്കബിനുള്ള പിണക്കം CPM-ന് തീർന്നോ, സർക്കാരിന് തീർന്നോ? അല്ല, വ്യക്തി എന്ന രൂപത്തിൽ യാതൊരു പിണക്കവും ഞങ്ങൾ അങ്ങനെ ഉള്ളതായിട്ട് അറിയില്ലല്ലോ. കാരണം ഇവിടെ ചില നമ്മൾ തന്നെ ഇരുന്നിട്ടുണ്ട് സാബു ജേക്കബിനെതിരെ ചർച്ചയിൽ. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഇപ്പോൾ യാതൊരു ലൈസൻസും ഇല്ലാതെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ വ്യവസായങ്ങൾ ആരംഭിക്കുവാനും 3 വർഷത്തിനുള്ളിൽ ലൈസൻസ് എടുത്താൽ മതി എന്ന രൂപത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഓരോ ദിവസവും ഊട്ടി വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 1 വർഷം കൊണ്ട് 1 ലക്ഷത്തിലധികം വരുന്ന പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നവീനമായിട്ടുള്ള പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നു. ഇതെല്ലാം കേരളം വളരെ ഗൗരവത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്ഥാപനവുമായി നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം കാത്തു സൂക്ഷിക്കുന്നു, വിരോധവുമായി മുന്നോട്ട് പോകുന്നു എന്ന രൂപത്തിലൊന്നും കാണേണ്ടതില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് ഉയർത്തിപ്പിടിക്കുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയം ഇപ്പോൾ ഞങ്ങൾ കുടുംബയോഗങ്ങളിലടക്കം ബൂത്ത് കൺവെൻഷനിലടക്കം ഓരോ വ്യക്തിയെയും നേരിട്ട് കണ്ട് വികസന അജണ്ടയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട്. നമ്മൾ ആ മണ്ഡലത്തിൽ ആകമാനം ഉയർത്തിപ്പിടിക്കുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നമുക്ക് ആദ്യം ആം ആദ്മി തന്നെ അല്പസമയം നിന്നിട്ട് മറ്റു വിഷയങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ സർക്കാരുമായി നേർക്കുന്ന ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ചതാണ്. സർക്കാരിനോട് പിണങ്ങി തെലങ്കാനയിലേക്ക് പോയതാണ് ഈ പറയുന്ന സാബു ജേക്കബ്, 2020യുടെ പ്രധാനപ്പെട്ട നേതാവ്. അതേപോലെ തന്നെ PT തോമസ് കടമ്പ്രയാറിന്റെ തീരത്ത് വെച്ച് നേർക്കുനേർ യുദ്ധം പ്രഖ്യാപിച്ച ഒരു നേതാവ് കൂടിയാണ് സാബു ജേക്കബ്. അതുകൊണ്ട് 2020 സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എങ്കിൽ, ആം ആദ്മിയെ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എങ്കിൽ അതിന്റെ ഗുണം ഉമാ തോമസിന് കിട്ടുമെന്ന പ്രതീക്ഷ വേണോ? ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ മുമ്പിലാണ്.
ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ എക്കോ എന്ന് സെറ്റിൽ ചെയ്യാൻ പറയണം. എൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ ഒന്ന് പരിഹരിക്കാൻ പറയണം ഹാഷ്മി. ശരിയാകും. അപ്പോൾ ഈ പിന്നെ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ അതുപോലെ 2020 ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഗുണം ഞങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഞങ്ങൾക്ക് നോക്കൂ, ഇവിടെ മുൻകാലങ്ങളിൽ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസിന് സ്ഥാനാർത്ഥി, UDFന് സ്ഥാനാർത്ഥിയുണ്ട്, LDFന് സ്ഥാനാർത്ഥിയുണ്ട്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നല്ല 15,000-15,000 വോട്ട് പിടിച്ച 2020 പ്രാവശ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, അവർ കമ്പൈൻഡായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തുന്നു പറഞ്ഞു. അതിൽ നിന്നൊക്കെ പുറകോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യ ചേരിയിലുള്ള വോട്ടുകൾ വിഭജിക്കാതെ അത് കൺസോളിഡേറ്റ് ചെയ്ത് സർക്കാരിന് വിരുദ്ധ വോട്ടുകളായി മാറിക്കൊണ്ട് തന്നെ വരും. ഇവിടെ ഇപ്പം പിന്നെ മത്സരം LDFും UDFും തമ്മിലാണ്. ആ LDFും UDFും തമ്മിലുള്ള മത്സരത്തിൽ സ്വാഭാവികമായിട്ടും സർക്കാരിന് എതിരായിട്ട് തന്നെയാണ് 2020യുടെ നിലപാടും കേരളയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആപ്പിൻ്റെ നിലപാടും സർക്കാരിനെതിരായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആപ്പിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചും 2020യുടെ പ്രവർത്തകരെ സംബന്ധിച്ചും അവർക്ക് ആകെയുള്ള ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് UDF ആണ്. സർക്കാർ വിരുദ്ധ വോട്ടുകളാണ് അവരുടേത്. സ്വാഭാവികമായും ആ വോട്ടുകൾ UDFിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യപ്പെടും. അതിലൂടെ ആപ്പിൻ്റെയും 2020യുടെയും പ്രവർത്തകർ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ ആപ്പിന്റെ പ്രഖ്യാപിത ശത്രു ആരാണ്? ആം ആദ്മി പാർട്ടിയുടെ പ്രഖ്യാപിത ശത്രു ഡൽഹിയിലാവട്ടെ പഞ്ചാബിലാവട്ടെ അത് BJP അല്ല, കോൺഗ്രസിനെ തകർക്കലാണ് ആം ആദ്മി പാർട്ടിയുടെ ആത്യന്തിക ലക്ഷ്യം. അങ്ങനെയാണ് അവർ വളർന്നു വന്നത്. അങ്ങനെ വളർന്നു വന്ന അരവിന്ദ് കെജ്രിവാൾ 15-ാം തീയതി കിഴക്കമ്പലത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കും എന്നത് അമിത പ്രതീക്ഷയാകുമോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? അദ്ദേഹം ആർക്ക് അനുകൂലമായോ സംസാരിച്ചോട്ടെ. സ്ഥാനാർത്ഥിയില്ലാത്ത ആൾ വന്ന് 15-ാം തീയതി കിഴക്കമ്പലത്ത് സംസാരിക്കുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഏതായാലും അത് വരട്ടെ, അദ്ദേഹം സംസാരിക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, കേരളത്തിന് ആം ആദ്മി പാർട്ടി എതിരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ കേരളത്തിൻ്റെ ഉൾപ്പെടെയുള്ള ജനഹിതം പരിശോധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട, ഈ പറയുന്ന ജനാധിപത്യ ചേരിയിലെ വോട്ടുകളെല്ലാം തന്നെ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്നു. അത് UDFിന് കീഴിൽ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇത് UDFിന് ഗുണകരമാവും. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തെ ഞങ്ങൾക്ക് കവച്ചു വയ്ക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീ L. ലാൽകുമാർ, മത്സര ചിത്രം വ്യക്തമാവുകയാണ്. UDFിന്റെ സ്ഥാനാർത്ഥി ഉമാ തോമസ്. ഹലോ ഹാഷ്മി, ഒരു എനിക്ക് നിങ്ങളുടെ ഫ്രെയിം എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ താങ്കൾ ലാൽകുമാറിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ പാനലിലുള്ളത് ഒന്ന് BJPയുടെ പ്രതിനിധിയുണ്ട്, ഒന്ന് CPMൻ്റെ പ്രതിനിധിയുണ്ട്, ഒന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയുണ്ട്, ഒന്ന് ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയുണ്ട്, പിന്നെ രണ്ടാമത്തെ പ്രതിനിധിയും LDFിൻ്റെതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. പലപ്പോഴും അങ്ങനെ വിളിക്കുകയാണെങ്കിൽ പോലും അത്തരത്തിലുള്ള പിന്നെ എന്താ നിരീക്ഷകർ വിളിക്കേണ്ടതായിട്ടുണ്ട്. ആശങ്കയുടെ പ്രശ്നമല്ല. അതെന്താണ്, അരുൺകുമാറിനെ LDFിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അരുൺകുമാറിനെ വിശ്വാസമില്ലാത്തതോടുകൂടിയാണോ ലാൽകുമാറിനെ കൂടി ആഡ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ എനിക്ക് ഒരു മാധ്യമ 5 പേർക്ക് ഒരുമിച്ച് ഞങ്ങൾ മറുപടി പറയാറുണ്ട്. 5 പേർക്ക്. താങ്കൾക്ക് എന്താ അത്ര ഭയം? അല്ല ജ്യോതികുമാർ ചാമക്കാല, പുതിയ സമയം തരും. ആയിക്കോട്ടെ, അന്നത്തെ അരുൺകുമാർ അല്ലല്ലോ ഇന്നത്തെ അരുൺകുമാർ. അരുൺകുമാർ സിംഹമല്ലേ അരുൺകുമാർ. അപ്പൊ സ്വാഭാവികമായും അരുൺകുമാറിന്റെ വിശ്വാസമില്ലായിട്ടാണോ അരുൺകുമാറിന്റെ ലാൽകുമാറിനെ കൂടി ഉൾപ്പെടുത്തിയത്? അങ്ങനെയാണെങ്കിൽ ലാൽകുമാറിനെ ഇടത് നിരീക്ഷകനായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് UDFിന്റെ ഭാഗത്ത് ഒരു നിരീക്ഷകൻ ഉണ്ടാകാത്തത്? എനിക്ക് സ്വാഭാവികമായിട്ടും അത് അത്ഭുതം തോന്നുന്നു. കാരണം അങ്ങനെ ഒരു പാനലിൽ ഒരിക്കലും പിന്നെ ജ്യോതികുമാർ ചാമക്കാല, അങ്ങേക്ക് ഞാൻ ഈ ചർച്ചയിൽ മതിയായ സമയം തരും എന്ന ഉറപ്പിൽ തുടരൂ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ N. ലാൽകുമാർ, ഞാൻ ചോദിക്കുന്ന ചിത്രം വ്യക്തമാകുന്നു. UDFിന്റെ സ്ഥാനാർത്ഥി ഉമാ തോമസ് ആണ്, PT തോമസിന്റെ ഭാര്യയാണ്. LDFിന്റെ സ്ഥാനാർത്ഥി ജോ ജോസഫാണ്. BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവ് പലയാവർത്തി മത്സരിച്ച AN രാധാകൃഷ്ണനാണ്. ചതുഷ്കോണ മത്സരം എന്ന് നമ്മൾ കരുതിയിരുന്ന കാര്യങ്ങൾ മാറുന്നു. ആം ആദ്മി പാർട്ടി 2020 10,000-20,000 വോട്ടുകൾക്ക് അടുത്തുള്ള, എന്താണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9,000-ന് മുകളിൽ വോട്ടുകൾ അന്ന് അനിതാ പ്രതാപ് നിൽക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ കിട്ടിയതാണ്. ആം ആദ്മി പാർട്ടി അത്ര തീരെ ഒട്ടും സിഗ്നിഫിക്കൻസ് ഇല്ലാത്തൊരു സാന്നിധ്യമല്ല തൃക്കാക്കരയിലും. അവരെന്തായാലും ഇല്ല, ആ പക്ഷം എന്തായാലും ഇല്ല. 20,000 വോട്ടുകൾ എങ്ങോട്ടേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം നിൽക്കുന്നു. ചിത്രം വ്യക്തമാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ത്രികോണ പോരിന്റെ സൂചന ഈ ചിത്രം നൽകുന്നുണ്ടോ ശ്രീ ലാൽകുമാർ? ഇവിടെ ആദ്യം
ജ്യോതികുമാർ പറഞ്ഞൊരു വിഷയം എൻ്റെ പ്രസൻസുമായി ബന്ധപ്പെട്ടതാണ്. അതിനൊരു മറുപടി ആദ്യം പറയണമെന്ന് തോന്നുന്നു. താങ്കൾ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും സാധാരണഗതിയിൽ ചർച്ചകളിൽ ഈ പറയുന്ന പോലെ പ്രതിനിധികൾ വരുന്നു, സഹയാത്രികർ വരുന്നു. സഹയാത്രികരും പ്രതിനിധികളോട് വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ചർച്ചകൾ ഞാൻ ഇരുന്നിട്ടുണ്ട്. കാരണം അപ്പുറത്ത് ഇപ്പം ആഷ്മിയുടെ കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വരുന്നത് ഞാനും ശ്രീകുമാറിയേട്ടനും കൂടാണ്. ശ്രീകുമാറിയേട്ടൻ അപ്പുറത്തുണ്ടാവും എന്നുള്ളതാണ്. അപ്പുറത്തുള്ള ഒരാളെ വിളിക്കേണ്ട ബാധ്യത എൻ്റെ അല്ല. അപ്പം അദ്ദേഹം റേസ് ചെയ്തിരിക്കുന്നു. അല്ല ശരി, അല്ല ഞാൻ വിഡ്രോ ചെയ്യണമെങ്കിൽ ഞാൻ വിഡ്രോ ചെയ്യും. എനിക്ക് ഐ ഡോണ്ട് മൈൻഡ് ആൻഡ് ഐ ഡോണ്ട് കെയർ. അപ്പോൾ അതാണ് അവിടുത്തെ. പിന്നെ സാധാരണഗതിയിൽ അത് അവിടെ അവസാനിക്കട്ടെ, ഞാൻ അതിനകത്ത് ഇനി അത് കയറി പറയുന്നില്ല. അപ്പം ഇവിടെ തൃക്കാക്കരയുമായി ബന്ധപ്പെട്ട് ഇന്ന് 24 മുന്നോട്ട് വെച്ച ഒരു കാർഡുണ്ട്. ആ കാർഡിനകത്ത് തൃക്കാക്കരയിൽ ത്രികോണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ പ്രബലമായ 2 പാർട്ടികൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസും CPM ആണ്. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാർ തർക്കിക്കും, ജയിക്കും, വിജയ ആഹ്വാനങ്ങൾ നടത്തും. ഞങ്ങൾക്കാണ് കൂടുതൽ സീറ്റ് വോട്ട് കിട്ടാൻ പോകുക എന്ന് പറയും, ഞങ്ങൾ തൂത്തുവാരും എന്ന് പറയും. ഇതൊക്കെ പറയുന്നിടത്ത് തൂക്കുന്നതും വാരുന്നതും ഒക്കെ ഒന്നീ കോൺഗ്രസ് അല്ലെ CPM ആയിരിക്കും. അതിനകത്ത് ത്രികോണത്തിൻ്റെ ഒരു സാധ്യത എങ്ങനെ 24 കണ്ടെത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തൃക്കാക്കര പോലൊരു മണ്ഡലത്തിൽ അത് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കുറഞ്ഞ ഒരു സാഹചര്യം കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം എങ്ങനെ ത്രികോണത്തിലേക്ക് എത്തി, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ടിരുന്നെങ്കിൽ ഇച്ചിരി നന്നായിരുന്നേനെ. അപ്പം അത് ഞാനതങ്ങ് ഒരു ക്വസ്റ്റ്യനായിട്ട് അങ്ങ് റേസ് ചെയ്യുകയാണ് 24 മുന്നിലേക്ക്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം. ശക്തമായ പോരാട്ടം തന്നെ നടക്കുമെന്നാണ് കരുതുന്നത്. വികസന രാഷ്ട്രീയം മുന്നോട്ട് വരും, മറ്റുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യും. ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ ഓരോ ദിവസവും ഓരോന്ന് പൊക്കിക്കൊണ്ടുവരും, അതെല്ലാം ചർച്ച ചെയ്യപ്പെടും. പിന്നെ ഇവിടെ ഉയർന്നു വന്നൊരു വിഷയം 2020യുമായി ബന്ധപ്പെട്ടതും ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട അവരുടെ വോട്ടുകളെ കുറിച്ചാണ്. അത് കോൺഗ്രസിന് ക്ഷീണം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം അത് എൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയം വെച്ചിട്ട് പറഞ്ഞതാണെങ്കിൽ, അങ്ങനെ പറയുന്നതെങ്കിൽ അങ്ങനെ ഒരു ഒബ്ജക്ഷൻ റേസ് ചെയ്യുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, അല്ലെങ്കിൽ ആ ഒരു കൗണ്ടർ പറയുന്നതിൽ എനിക്ക് വിരോധമില്ല. കാരണം സാധാരണഗതിയിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പഞ്ചാബിലോ അല്ല എങ്കിൽ ഈ പറയുന്ന ഡൽഹിയിലോ ഹരിയാനയിലോ ഒക്കെ ഉയർന്നു വരുന്ന ആം ആദ്മി പാർട്ടി അവരുടെ ഒരു പ്രസൻസ് കോൺഗ്രസിനെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. അത് സത്യസന്ധമായ കാര്യമാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ ഇവിടെ ഓൾറെഡി കോൺഗ്രസിൻ്റെ വോട്ടാണ് ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന 2020 കൊണ്ടുപോയിരിക്കുന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ആ ലൈനിൽ നിൽക്കുന്ന ഒരു വോട്ടാണ് കൂടുതൽ പോവുക. ഞങ്ങൾ ഈ പറയുന്ന ലെഫ്റ്റ് ഫ്രണ്ടിൻ്റെ വോട്ട് അങ്ങനെ പൊട്ടുന്ന ഒരു വോട്ടായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അപ്പം ഓൾറെഡി പോയിരിക്കുന്ന വോട്ട് 2020യിലേക്കോ അല്ലെങ്കിൽ ആം ആദ്മിയിലേക്കോ കേരളത്തിലെ വോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊതുവേ കോൺഗ്രസിൻ്റെ വോട്ടായിരിക്കും എന്നൊരു വിലയിരുത്തൽ ഉണ്ടായാൽ ആ വോട്ട് LDF-ലേക്ക് കുറച്ച് വരികയാണെങ്കിൽ അത് വല്ലാത്ത രീതിയിൽ നെഗറ്റീവ് വോട്ടായി UDF-ന് ബാധിക്കുമെന്നൊരു വിലയിരുത്തൽ എനിക്കുണ്ട്. ആ വിലയിരുത്തൽ ഫോർ ഒബ്വിയസ് റീസൺസ് അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ഒബ്ജക്റ്റ് ചെയ്യാം, അതിനകത്ത് നമുക്ക് വിഷയമൊന്നുമില്ല. പക്ഷേ അവർ ആബ്സെൻസ് ഡെഫിനറ്റ്ലി LDF-ന് ഒരു എഡ്ജ് കൊടുക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രഥമമായ നിരീക്ഷണം. വേറെ എന്തെങ്കിലും ചോദ്യം ആശ്മി ചോദിച്ചായിരുന്നു, ഞാൻ എല്ലാം അഡ്രസ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു ശരി. ഞാൻ നമുക്ക് അടുത്ത ഘട്ടത്തിലെത്താം. ശ്രീ VV രാജേഷ്, അത്തരത്തിൽ ത്രികോണം എന്ന് പറഞ്ഞാൽ പോലും അത്ര പോലും ശ്രദ്ധേയമല്ലാത്ത ഒരു ഫാക്ടറാണോ BJP തൃക്കാക്കരയിൽ? ശരിയാണ്, നിങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റ് പിടിക്കും, അതുവഴി പിന്നെ മറ്റേതോ ഘടകകക്ഷികളുടെ ആൾക്കാരൊക്കെ അപ്പെടുത്ത് ഇങ്ങോട്ട് വരും, കേരളത്തിന് അധികാരം പിടിക്കുമെന്ന് പറയുന്നത് കെ സുരേന്ദ്രനാണ്. പരിഹാസ്യമാവണ്ണം പരാജയപ്പെട്ടു. പാവം ഈ ശ്രീധരനോട് മുഖ്യമന്ത്രി ആകാമെന്ന് ചോദിച്ചു, മുഖ്യമന്ത്രി ആകാം എന്ന് അദ്ദേഹം സന്നദ്ധത അറിയിച്ചു. പരിഹാസ്യമാവണ്ണം പരാജയപ്പെട്ടു. അങ്ങനെ നാണക്കേടിൻ്റെ ഒരു നിയമസഭാ പർവ്വം കഴിഞ്ഞു നിൽപ്പാണ് BJP. എന്തെങ്കിലും ആ നാണക്കേടിന്റെ തീവ്രത കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു സാന്നിധ്യം ഉണ്ടാക്കാൻ തൃക്കാക്കരയിൽ കഴിയുമോ ശ്രീ VV രാജേഷ്? അല്ല, നിരീക്ഷകന്മാർക്ക് ചിലവൊന്നുമില്ലല്ലോ ഏത് തരത്തിലും നിരീക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ അവർക്ക് ജീവിതകാലം മുഴുവൻ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അതിൽ ഞാൻ ഇടപെടുന്നില്ല. കഴിഞ്ഞതിന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് കരുതിക്കൊണ്ട് ഈ കാണുന്ന നിരീക്ഷകന്മാരുൾപ്പെടെ ആവേശം കൊണ്ട് തുള്ളിച്ചാടിയിട്ട് എന്തായിരുന്നു പാർലമെൻറ്റിൽ സംഭവിച്ചത്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാത്തതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ ഇന്ത്യയിൽ. അതുകൊണ്ട് ഒരു കാര്യം, ഈ ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ, അതായത് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു കക്ഷിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നിരീക്ഷകർ അസ്വസ്ഥരാകുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബുദ്ധിജീവികളുടെയും നിരീക്ഷകരുടെയും തനി നിറം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് പുറത്തു വരുന്നത്. അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഓരോ ഉപതെരഞ്ഞെടുപ്പ് നടന്നു.
അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നെയ്യാറ്റിൻകരയിൽ 10,000 വോട്ട് മാത്രമാണ് LDFിൻ്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ തമ്മിൽ അന്നുണ്ടായിരുന്ന വ്യത്യാസം. ഞങ്ങൾക്കവിടെ 5,000 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞങ്ങൾ 30,000 വോട്ടാക്കി മാറ്റിയത്. അതുപോലെ തന്നെ വിജയത്തിലേക്ക് അടുത്തെത്തുന്ന ഒരു സാഹചര്യം അരുവിക്കരയിലുണ്ടായി. കേരളത്തിലെ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ തന്നെ നേരിട്ട് അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് ചുക്കാൻ പിടിച്ചിട്ടും LDF എന്തുമാത്രം താഴെ പോയി. ഞങ്ങളൊരു വിജയത്തിന് അടുത്ത് വരെ എത്തുന്ന ഒരു സാഹചര്യം അരുവിക്കരയിലുണ്ടായി. ഞാൻ ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളും കേരളത്തിൽ ഒരിക്കൽ കൂടി എടുത്ത് കാട്ടിക്കൊണ്ട് പറയുന്നു, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് BJP വിജയിക്കുവാൻ വേണ്ടി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. മാത്രവുമല്ല, ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ, പതിറ്റാണ്ടുകളായി കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ചും എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാവിനെ തന്നെ ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. എറണാകുളത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. കേരള നിയമസഭയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് കേരളത്തിൽ കൊണ്ടുവരേണ്ടത്, അതിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിന് അറിയാം. ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു സ്ഥാനാർത്ഥി, ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ ഒരു ത്രികോണ മത്സരം തന്നെ ഇല്ല എന്ന് പറയുന്നവർ ആർക്കു വേണ്ടി വാദിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഈ ചാനൽ ചർച്ച കേൾക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവും. ഹാഷ്മി, അവിടെ കേരളയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുമ്പോൾ, ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സ്ഥലമായി തൃക്കാക്കര മാറുമ്പോൾ, ആ കേരളത്തിൽ വരാതിരിക്കണമെങ്കിൽ ആര് വിചാരിക്കണം? UDF ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമരം ചെയ്യാം, ഞങ്ങൾ ചെയ്യുന്നത് പോലെ. അതിലപ്പുറം ഭരണപരമായി രാഷ്ട്രീയമായി ഗവൺമെൻറ് തലത്തിൽ ഇടപെടാനുള്ള ഒരു ശേഷിയും അവർക്കില്ല. മറുഭാഗത്ത് സകല സന്നാഹവും മുറുക്കിക്കൊണ്ട് പാർട്ടി പ്രവർത്തകരെ രംഗത്തിറക്കി ഗവൺമെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രീ പിണറായി വിജയനും LDFും നിൽക്കുമ്പോൾ അതിനെ തടയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സമരരംഗത്ത് BJPയുടെ സാന്നിധ്യവും രാഷ്ട്രീയവും ഭരണപരമായും BJPയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ശേഷി ഉപയോഗിച്ചുകൊണ്ട് അത് സാധിക്കുകയുള്ളൂ എന്ന് തൃക്കാക്കരയിലെ ജനങ്ങൾക്കറിയാം. എന്തായാലും കേരള റഫറൻഡം എന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ കേരള ചർച്ചയായിട്ടില്ല. കേരള ചർച്ചയായി ആകുമെന്ന് വിചാരിക്കുക. നിങ്ങൾ വോട്ട് ചോദിക്കാൻ ഒരു വീട്ടിൽ പോവുകയാണെന്ന് വിചാരിക്കുക. ഈ നിരീക്ഷകന്മാരൊന്നും കേരളയിൽ ചർച്ച കൊണ്ടുവരില്ല, ചർച്ചയാകണമല്ലോ. ശരി, BJP പറയുകയാണ് കേരളയിലെ തടയണമെങ്കിൽ കേന്ദ്ര സർക്കാർ വിചാരിക്കണമെന്ന ആ വീട്ടുകാരോട് പറയുകയാണെന്ന് വിചാരിക്കുക. വീട്ടുകാർ തിരിച്ചു ചോദിച്ചാലോ? തത്വത്തിൽ അനുമതിയിലാണല്ലോ ഈ പറയുന്ന എല്ലാ നടപടികളും നടക്കുന്നത്. തത്വത്തിൽ അനുമതി എന്തേ കേന്ദ്ര സർക്കാർ പിൻവലിക്കുന്നില്ല എന്ന് ചോദിച്ചാലോ? ശ്രീ രാജേഷ്, സംസ്ഥാന ഘടകം ഒരിക്കലെങ്കിലും കേന്ദ്ര സർക്കാർ ഇൻ പ്രിൻസിപ്പൽ അനുമതിയുടെ ബലത്തിലാണോ സർക്കാർ ഇതൊക്കെ ചെയ്യുന്നത്? തത്വത്തിൽ അനുമതിയുടെ ബലത്തിലാണോ ശ്രീ VV രാജേഷ്? അതല്ലേ ഞാൻ ചോദിക്കുന്നത്. തത്വത്തിൽ അനുമതിയുടെ ബലത്തിലല്ലേ? തത്വത്തിൽ അനുമതി കൊടുത്തിട്ടുണ്ട്. ഏതനുമതി? ഇൻ പ്രിൻസിപ്പൽ അനുമതി എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞോ? പറഞ്ഞു. കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തായിട്ട് ഏതെങ്കിലും ഒരു രേഖ താങ്കൾ കാണിക്കാമോ? ഇൻ പ്രിൻസിപ്പൽ VV രാജേഷ്, ഇൻ പ്രിൻസിപ്പൽ അനുമതിയുടെ രേഖ അവരുടെ പക്കലുണ്ട്. നിർമ്മലാ സീതാരാമൻ അയച്ച കത്തുണ്ട്, പീയൂഷ് ഗോയൽ അയച്ച കത്തുണ്ട്. ശ്രീ VV രാജേഷ് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ തത്വത്തിൽ അനുമതി എന്തേ പിൻവലിക്കുന്നില്ല കേന്ദ്ര സർക്കാർ എന്നൊരു വോട്ടർ ചോദിച്ചാൽ മറുപടി എന്താകും? ഹാഷ്മി, ആ കത്തൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതല്ലേ. കേന്ദ്ര റെയിൽവേ മന്ത്രി സഭയിൽ പറഞ്ഞതിലപ്പുറം എന്താ ഉള്ളത്? ഈ രീതിയിൽ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് പല ആവർത്തി പറഞ്ഞതല്ലേ. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കണ്ട നിമിഷങ്ങൾക്കകമല്ലേ അത് പറഞ്ഞത്. അതിലപ്പുറം എന്താ? അതിലപ്പുറം എന്ന് പറഞ്ഞാൽ ശ്രീ VV രാജേഷ്, ഇപ്പോഴും ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള എല്ലാ നടപടികളും പരിപാടികളും നടക്കുന്നത് ആ ഇൻ പ്രിൻസിപ്പൽ അനുമതിയുടെ ബലത്തിലാണ്. ആ ഇൻ പ്രിൻസിപ്പൽ അനുമതി പിൻവലിച്ചാൽ ഈ പദ്ധതികൾ പാടെ അവിടെ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കും. എന്തേ കേന്ദ്ര സർക്കാർ അത് ചെയ്യുന്നില്ല? എന്തേ BJP സംസ്ഥാന ഘടകം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നില്ല ഇൻ പ്രിൻസിപ്പൽ അനുമതി പിൻവലിക്കണമെന്ന് എന്ന് ഒരു വോട്ടർ ചോദിച്ചാൽ മറുപടി എന്ത് പറയും രാജേഷ്? പെട്ടുപോയില്ലേ? കേന്ദ്ര റെയിൽവേ മന്ത്രി ഇവിടുന്ന് കൊടുത്ത പ്രപ്പോസൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഇതിന് യാതൊരു സാധ്യതയില്ലാന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞതിന് ശേഷം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവർ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും തൃക്കാക്കരയിലെ ജനങ്ങൾ മനസ്സിലാക്കും. അതവിടെ ചർച്ചയാകും. അത് ചർച്ചയായി കഴിഞ്ഞാൽ, അത് ചർച്ചയാകുന്ന സമയത്ത് അത് കേരളത്തിൽ നടപ്പാക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും AN രാധാകൃഷ്ണൻ വിജയിച്ചു പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യും. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ പരിചയസമ്പന്നമായ ഒരു പൊതുപ്രവർത്തകനെ ഞങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുമ്പോൾ, എറണാകുളത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഉത്തമ ബോധ്യമുള്ള ഒരു പൊതുപ്രവർത്തകനെ ഞങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുമ്പോൾ ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. ശരി, ശ്രീ അരുൺകുമാർ, BJPയുടെ തൃക്കാക്കരയിലെ തുറുപ്പുചീട്ട് കേരളയിലാകും. എന്തായാലും ഈ ദിവസങ്ങളിൽ ചർച്ചയായില്ലെങ്കിലും വരും ദിവസങ്ങളിൽ ചർച്ചയാകും. കേരളയിൽ വരാതിരിക്കണമെങ്കിൽ AN രാധാകൃഷ്ണൻ വോട്ട് ചെയ്യൂ എന്നുള്ളതാണ് BJPയുടെ അവിടുത്തെ തൃക്കാക്കരയിലെ ആപ്തവാക്യം. ശ്രീ അരുൺകുമാർ, ഈ BJPയുടെ സംസ്ഥാന വക്താക്കൾ ചാനൽ ചർച്ചകളിൽ വന്ന് തുടർച്ചയായി നുണ പറയുന്നത് നാം വർഷങ്ങളായി കാണുന്നതാണ്.
പക്ഷേ ഒരു നുണ പലതവണ ആവർത്തിച്ച് സത്യമാക്കാനുള്ള ഒരു പ്രവണത അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. 2019 ഡിസംബർ മാസം 17-ന് ഈ കേരയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ നൽകി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു 6-7 മാസമായി നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നതാണ്. BJPയുടെ പ്രതിനിധി പറയും ഇല്ല, അപ്പോൾ ആ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ അവർക്ക് അയച്ചു കൊടുത്തും അവരെ നേരിട്ട് കോപ്പി കൊടുത്തും എല്ലാം നമ്മൾ നിരവധി തവണ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ശ്രീ VV രാജേഷ് വന്ന് പറയുന്നത് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കിട്ടിയിട്ടില്ല. എന്നാൽ താങ്കൾ മനസ്സിലാക്കുക, 2019 ഡിസംബർ മാസം 17-ാം തീയതി, അതായത് 2.5 വർഷം മുമ്പ് ഈ പദ്ധതിക്ക് സിസ്ട്രയുടെ സാധ്യതാ പഠനം ഉൾപ്പെടെ കൊടുത്ത അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് തത്വത്തിൽ അംഗീകാരം കൊടുത്തത്. ആ തത്വത്തിൽ അംഗീകാരം കിട്ടിയാൽ മാത്രമേ പൊതു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ആ പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. പ്രീ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസുമായി മുന്നോട്ട് പോകാനാണ് തത്വത്തിൽ അംഗീകാരം കൊടുത്ത പാരഗ്രാഫ് 2-ൽ പറയുന്നത്. അതാണ് കഴിഞ്ഞ 2.5 വർഷമായി ഇവിടെ നടക്കുന്നത്. അതിനുശേഷമാണ് DPR തയ്യാറാക്കിയത്, അതിനുശേഷമാണ് ദ്രുത പരിസ്ഥിതി ആഘാത പഠനം നടത്തിയത്, സാമൂഹ്യാഘാത പഠനം എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തത്വത്തിൽ അംഗീകാരത്തിന്റെ പുറത്താണ്. പീയൂഷ് ഗോയൽ കത്തയച്ചു സംസ്ഥാന മുഖ്യമന്ത്രിക്ക്. നിർമ്മല സീതാരാമൻ കത്തയച്ചത് എന്താ? ലോൺ എടുക്കാനുള്ള നടപടിക്രമങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഈ കത്തുകളെല്ലാം നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തതാണ്. ഇന്നൊരു വാർത്തയുണ്ട്, താങ്കൾക്കറിയോ? നീതി ആയോഗ് ഇവിടെ 64,000 കോടി രൂപയ്ക്കാണ് ഈ സിൽവർ ലൈനിന്റെ പദ്ധതി പൂർത്തീകരിക്കുന്നത് എന്നുള്ളത് അംഗീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. നീതി ആയോഗ് കണക്കുകൾ പരിശോധിച്ച് ഈ തുകയ്ക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്യ്. തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം സിൽവർ ലൈൻ നല്ല പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 2 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്താം, തൃക്കാക്കരയിൽ നിന്ന് 2 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താം. ഈ സ്റ്റേഷനിൽ തന്നെയാണ് കൊച്ചി മെട്രോയുടെ സ്റ്റേഷൻ വന്ന് നിൽക്കുന്നത്. ഒരേ ബിൽഡിങ്ങിൽ തന്നെ സിൽവർ ലൈനും ഒരേ ബിൽഡിങ്ങിൽ തന്നെ കൊച്ചി മെട്രോയും വന്ന് നിൽക്കുന്ന ഏറ്റവും അത്ഭുതപൂർവ്വമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് തൃക്കാക്കര മാറും. 50 മീറ്റർ അടുത്ത് ജലമെട്രോ വന്ന് നിൽക്കും. അതായത് തൃക്കാക്കരയെ ലോകമായി കണക്ടിവിറ്റി നടത്തുകയാണ്. ഇൻഫോ പാർക്കും ടെക്നോ പാർക്കും സൈബർ പാർക്കും വിമാനത്താവളങ്ങളും എല്ലാമായി കണക്ട് ചെയ്യുന്ന സിൽവർ ലൈന് ഈ തൃക്കാക്കരയിലെ ജനങ്ങൾ ഏറ്റുവാങ്ങുമെന്നതിൽ ഒരു സംശയമില്ല. ഒറ്റ കാര്യം, ഇവിടെ ഇന്ന് 50 രൂപയാണ് ഇന്ന് ഗ്യാസിന് വില കൂടിയിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ദിവസം ഏതെങ്കിലും ഒരു വോട്ടറുടെ വീട്ടിലേക്ക് പോകാനോ വോട്ടറോട് ചോദിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കൂ. BJPയുടെ സ്ഥാനാർത്ഥിക്ക് രാഷ്ട്രീയപരമായി ഒരു പ്രാധാന്യമില്ല. ആ വീടുകളിലേക്ക് കടന്നു ചെല്ലാനോ ഒരു വോട്ടറെ പോലും നേരിട്ട് കാണാൻ കഴിയില്ല. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 450 രൂപയുണ്ടായിരുന്ന ഗ്യാസ് ഇന്ന് 1056 രൂപ കൊടുത്താലും ഒരു വീട്ടിൽ എത്താത്ത സാഹചര്യത്തിലേക്ക് മാറി, 3 ഇരട്ടിയിലേക്ക് മാറുക. ഷാജഹാൻ, ഇവിടെ 2020 സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് നിങ്ങളെ കണ്ടുകൊണ്ടാണ്. നിങ്ങൾക്ക് അവർ പിന്തുണ നൽകുന്നു, നിങ്ങളും അവരും തമ്മിൽ ഏതാണ്ട് ലയനം എന്ന രീതിയിലൊക്കെ ചർച്ചകൾ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഉറപ്പായും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് സൂചന ഉണ്ടാകുന്നു. ദുരൂഹമായി വളരെ വൈകി നിങ്ങൾ സ്ഥാനാർത്ഥിയെ വേണ്ട എന്നങ്ങ് തീരുമാനിക്കുകയാണ്. അതിന് പറയുന്ന കാരണമോ രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്ത ഏതോ ഒരു ഉപതെരഞ്ഞെടുപ്പ്, അടുത്ത 140 സീറ്റും പിടിച്ച് അധികാരത്തിൽ എത്തലാണ്. ഡൽഹിയും പഞ്ചാബും പോട്ടെ, കേരളത്തിലൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 140 സീറ്റിലൊക്കെ പിടിക്കുമെന്നൊക്കെ പറയുന്നത് തമാശ അല്ലാതെ മറ്റെന്താണ്? യഥാർത്ഥത്തിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണ് ശ്രീ NK ഷാജഹാൻ? ആം ആദ്മി പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ രീതി എന്ന് പറയുന്നത് തന്നെ, അടുത്ത കാലത്ത് രൂപപ്പെട്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത്, പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരിടങ്ങളിലും ആം ആദ്മി പാർട്ടി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ നടന്ന സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ മത്സരിക്കും. പക്ഷേ പൊതു തെരഞ്ഞെടുപ്പ് മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം ദേശീയ ആം ആദ്മി പാർട്ടി കമ്മിറ്റിയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ ഒരുപാട് വൈകിയാണെങ്കിലും അതിന് കാരണം നിങ്ങൾ പറയുന്നത് രാഷ്ട്രീയ തീരുമാനമാണ്. അല്ല, അതെന്തൊരു പൊളിറ്റിക്കൽ അഫയർ ആണ് എന്നാണ് എന്റെ ചോദ്യം. അത് നിങ്ങൾ പറയുന്ന കാരണം രാഷ്ട്രീയ പ്രാധാന്യം, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്താണ്? ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ അധികാരത്തിൽ ന്യായമാണ് ഷാജഹാൻ. യഥാർത്ഥത്തിൽ നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്തുന്ന ആരെ സഹായിക്കാനാണ്? ആരെയെന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. രാഷ്ട്രീയ പ്രാധാന്യം ഇല്ല എന്നുള്ളത് ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയല്ല. ആം ആദ്മി പാർട്ടി രാഷ്ട്രീയ സംബന്ധിച്ചിടത്തോളം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ജയിച്ചാൽ പോലും അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സംവിധാനം നിലനിൽക്കുമ്പോൾ അത് മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം നാഷണൽ കമ്മിറ്റി എടുക്കുന്നു. മത്സരിക്കണമെന്ന് നിർബന്ധമായി നമ്മൾ ആഗ്രഹിക്കുകയും സംസ്ഥാന സമിതി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതാണ്. അവസാന നിമിഷം വരെ, ഇന്ന് രാവിലെ വരെ നിർബന്ധമായി നമ്മൾ അതിനുവേണ്ടി സ്ഥാനാർത്ഥികൾ ലിസ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അവസാനം വന്ന തീരുമാനം മത്സരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്.
പിന്നെ സഹായിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയെങ്കിലും സഹായിക്കലല്ലല്ലോ ഞങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത്. ഇവിടെ ഇത്രയും കാലങ്ങളായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മൗലിക അവകാശങ്ങൾ കിട്ടാതെ പോയ, അല്ലെങ്കിൽ അവരുടെ ജനങ്ങളുടെ അവകാശം കിട്ടാതെ പോയ അവകാശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതല്ലേ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണല്ലോ കേരളത്തിൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. അതൊരു രാഷ്ട്രീയ പ്രാധാന്യം ഇല്ല എന്നല്ല അതിനർത്ഥം. രാഷ്ട്രീയ പ്രാധാന്യമുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ LDFന് ഒരു സീറ്റ് കിട്ടിയാലും പ്രത്യേകിച്ച് രാഷ്ട്രീയ മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. UDF നിലനിർത്തിയാലും പ്രത്യേകിച്ച് രാഷ്ട്രീയ മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. അതിനെയാണ് നമ്മൾ രാഷ്ട്രീയ മാറ്റം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ വിചാരിച്ച് രാഷ്ട്രീയ താല്പര്യമില്ല പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള വിലയിരുത്തലിൽ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല എന്നുള്ളതിൽ എന്ത് രാഷ്ട്രീയ നയമാണ് ശ്രീ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9,000-ന് മുകളിൽ വോട്ട് അന്നേ കിട്ടിയതാണ്. അതെനിക്കൊന്ന് പാർട്ടി രൂപീകരണ സമയമാണ്. അനിതാ പ്രതാപാണ് മത്സരിച്ചാണ് എൻ്റെ ഓർമ്മ. ഈ തൃക്കാക്കര മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വോട്ടുണ്ട്, അവിടെ അത്യാവശ്യം ബേസ് ഉണ്ട്. നിങ്ങൾ ഈ കഴിഞ്ഞ 1.5 വർഷം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ചുകൂടി മാത്രമല്ല, ഈ പറയുന്ന കവല ചർച്ചകളിലൊക്കെ നിങ്ങളുടെ തൊപ്പിയിട്ട കുറേ അധികം ആളുകൾ എപ്പോഴും കാണാറുമുണ്ട്, ഏതാണ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ. അപ്പോൾ നിങ്ങളുടെ ഈ പ്രവർത്തകർ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ശ്രീ ഷാജഹാൻ? ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ തൃക്കാക്കര മണ്ഡലത്തിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഈ വരുന്ന 15-ാം തീയതി അടുത്ത ഞായറാഴ്ച ഞങ്ങളെ ബഹുമാനപ്പെട്ട നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ കേരളം സന്ദർശിക്കുന്നുണ്ട്. ആ മീറ്റിംഗിൽ വെച്ച് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെ ആ പ്രഖ്യാപനത്തിലൂടെയാണ് അതറിയാൻ കഴിയുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുക, ഇത് രാഷ്ട്രീയപരമായിട്ട് തെരഞ്ഞെടുപ്പിന് യാതൊരു പ്രാധാന്യമില്ല തെരഞ്ഞെടുപ്പ് എന്നല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആം ആദ്മി പാർട്ടി സംബന്ധിച്ചിടത്തോളം അതിൽ ജയിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനാണ് നമ്മുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് മാറി നിൽക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് സംതൃപ്തിയോടെ നമ്മൾ മാറി നിൽക്കുകയല്ല. ഞങ്ങൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ട്, സങ്കടമുണ്ട്. അപ്പോൾ നിങ്ങൾ സംഘടനാപരമായി ഇവിടെ നിൽക്കും, പക്ഷേ കേരളത്തിന്റെ അധികാര സ്ഥാനത്തേക്ക് വരുന്നത് 140 സീറ്റും പിടിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തുക എന്ന അവസ്ഥയിലേ ഉള്ളൂ. അങ്ങനെയാണോ? അത് അസാധ്യമെന്ന് പറയാനൊന്നും കഴിയില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഡൽഹി കണ്ടു, നമ്മൾ പഞ്ചാബ് കണ്ടു, ഇനിയിപ്പോൾ ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന ഗുജറാത്തും കൂടി നമ്മൾ കണ്ടു കഴിയുമ്പോൾ അതൊരു അസാധ്യമാണെന്ന് പറയാൻ നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ കഴിയില്ലല്ലോ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ഗതികേട്ടിലേക്ക് വന്നു പോയ കേരള ജനതയ്ക്ക് മറ്റൊരു ബദൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരല്ലല്ലോ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ആശ്മി തന്നെ പറയുന്നു, നിങ്ങൾ തന്നെ പറയുന്നു, ഇവിടെ ജനങ്ങളോട് ചോദിച്ചാൽ ജനങ്ങൾ ആം ആദ്മി പാർട്ടി വോട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി വോട്ട് ചെയ്യാമെന്ന് പറയുന്നത്? ഒരു ബദൽ രാഷ്ട്രീയം ആഗ്രഹിക്കുന്നുള്ളത് കൊണ്ടാണ്. ആ ബദൽ രാഷ്ട്രീയത്തെ നിലവിലെ ഇടതുപക്ഷമോ ഇടതു മുന്നണിയോ വലതു മുന്നണിയോ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം നമുക്കറിയാം. ആ രാഷ്ട്രീയത്തിലോട് അറപ്പോ വെറുപ്പോ തോന്നിയിട്ടുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയാം. ഒരു മാറ്റം കേരള ജനത ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിയെ ജനം സ്വീകരിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 140 സീറ്റ് നേടില്ല എന്ന് പറയാനും കഴിയില്ല. നമ്മൾ ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലും പഞ്ചാബിലും അത് കണ്ടതുമാണ്. നമ്മൾ പഞ്ചാബിൽ നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു, ഡൽഹിയിൽ നിങ്ങൾ ആ രീതിയിൽ ഒരു മുന്നേറ്റം നടത്തിയതാണ്. ഡൽഹിയും പഞ്ചാബും അല്ല കേരളം, അതിനേക്കാൾ രാഷ്ട്രീയ പ്രബുദ്ധമായ ഒരു സംസ്ഥാനമാണ് കേരളം. ഓരോ വ്യക്തിക്കും വ്യക്തമായ രാഷ്ട്രീയമുള്ള നാടാണ് കേരളം. അവിടെ ഈ പറയുന്ന 140 സീറ്റ് നേടി അധികാരത്തിൽ വരിക എന്നുള്ളതൊക്കെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ഞാൻ എത്താം ഷാജഹാൻ. ശ്രീ ജ്യോതികുമാർ ചാമക്കൽ എത്തും മുൻപ് ഇപ്പോഴും ഈ പറഞ്ഞ സഭാവിവാദം വിടാൻ തയ്യാറാവുന്നില്ല മുന്നണികൾ. ഇന്ന് പി രാജീവിൻ്റെ പ്രതികരണം വളരെ പെട്ടെന്ന് അതിലേക്ക് എത്തിയിട്ട് ഞാൻ ശ്രീ ചാമക്കാലിലേക്ക് എത്താം. റെഡ് ക്രോസിന്റെ ചിഹ്നം കാണുമ്പോൾ തന്നെ ഇങ്ങനെ തോന്നണമെങ്കിൽ അത്രയും ഒരു വെറുപ്പ് ഈ ചിഹ്നത്തോടുണ്ടോ, മതചിഹ്നത്തോടുണ്ടോ എന്നാണ് സംശയിക്കേണ്ടത്. ആ ക്രോസ് റെഡ് ക്രോസിന്റെ 4 ഒരേപോലെ ഉള്ളതാണ്. വേറൊരു ക്രോസ് ഉണ്ട്, അതൊരു മതചിഹ്നമാണ്, അതൊന്ന് താഴോട്ട് നീളും. അപ്പോൾ റെഡ് ക്രോസ് കാണുമ്പോൾ പോലും ഇങ്ങനെ ഹാലിളകുന്നൊരവസ്ഥയിലേക്ക് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ്? ജ്യോതികുമാർ ചാമക്കൽ, അതായത് കുരിശ് എന്നുള്ളത് പറഞ്ഞില്ല എന്നുള്ളത് പി രാജീവ്. കുരിശ് കാണുമ്പോൾ പ്രതിപക്ഷ നേതാവിന് ഹാലിളകുന്നു. എന്തിനാണ് മതചിഹ്നങ്ങളോട് ഇത്രമാത്രം വെറുപ്പ് എന്ന് ചോദിക്കുകയാണ്. അതായത് ആ വിഷയത്തിൽ പറയാൻ കഴിയുന്നതിന് അങ്ങേയറ്റം തീവ്രതയിൽ അടിച്ചിരിക്കുന്നു പി രാജീവ്. ഇടതുപക്ഷം കുഴിച്ചൊരു കെണിയിൽ നിങ്ങൾ പോയി വീഴുകയും അതിൽ നിന്ന് കരകയറാനാവാത്ത വണ്ണം കൈകാലിട്ടടിക്കുകയുമാണോ ശ്രീ ചാമക്കാല? ഹാഷ്മി, ഞങ്ങൾ ഏത് കെണിയിലാണ് വീണിട്ടുള്ളത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ അജണ്ട തീരുമാനിക്കുന്നതിൽ, സ്ട്രാറ്റജി തീരുമാനിക്കുന്നതിൽ ഞങ്ങൾക്ക് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. അതനുസരിച്ച് തന്നെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ഈ ബിഷപ്പുമായി ചേർന്നോ പള്ളിയുമായി ചേർന്നോ അവരുടെ സ്ഥാനാർത്ഥിയാണെന്നോ ഞങ്ങൾ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. പക്ഷെ പറയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് CPM ആണ്. അതിൻ്റെ ബാക്കി പത്രമാണ് ശ്രീ രാജീവ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആ ചൂണ്ടയിലൊന്നും കൊത്തില്ല, ഞങ്ങൾ കൊത്തിയിട്ടുമില്ല, കൊത്തുകയുമില്ല. പക്ഷേ രാജീവിനെ പോലെ CPM അതൊക്കെ
അതൊക്കെ അല്ല, ഞാൻ താങ്കളുടെ പറഞ്ഞ ഈ- ധാരണയല്ലേ? അല്ല, ഈ പറഞ്ഞ എവിടെയാണ് ഞങ്ങൾ ഇത്തരത്തിൽ അല്ല സംസാരിച്ചത്? ബാഹ്യ സമ്മർദ്ദം അല്ല, താങ്കൾ ബാഹ്യ പറയൂ. സമ്മർദ്ദം ഇന്നലെ ബാഹ്യ ഞാൻ സമ്മർദ്ദം ചോദിക്കുന്നു. എന്നും സതീശൻ പറയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തോ ബാഹ്യ സമ്മർദ്ദം പറയുന്നു. അവിടെ പെട്ടു നിൽക്കുമ്പോൾ പി സി ജോർജ് പറയുന്നു എന്റെ സ്വന്തം പയ്യനാണ്. പി സി ജോർജിന്റെ വാവിട്ട വാക്കിൽ കയറി പിടിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിയാണ്. പി സി ജോർജ് പി രാജീവിനോട് പറഞ്ഞ് നിർത്തിയ സ്ഥാനാർത്ഥിയാണ്. എന്താണ് ശ്രീ ചാമക്കാല? അതല്ലേ ഇവർ എൻഗേജ് ചെയ്യുന്നത്? ശരിയാണെന്നേ. ഇപ്പോ ഈ പറയുന്ന സമുദായ സമവാക്യങ്ങൾ നോക്കാത്ത മുന്നണിയൊന്നുമില്ല. അതിലേക്ക് കൃത്യമായി ആ ഇട്ട കെണിയിൽ നിങ്ങൾ പോയി വീഴുകയും നിങ്ങൾ പോയി കൊത്തുകയും അത് ആ സജീവമാക്കി തന്നെ നിർത്തുന്നു പി രാജീവ് ഇന്നും പ്രതികരണത്തിലൂടെ. ഹാഷ്മി, ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ താങ്കളിലെ SFIക്കാരും പുറത്തു വരരുത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, രണ്ടുപേരെ പാനലിൽ കൊണ്ടിരുത്തിയപ്പോൾ മുതൽ എനിക്ക് ആ സംശയം ഉണ്ടായിരുന്നു. താങ്കൾ എന്നെ സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ കാര്യം ഞങ്ങളല്ലേ പറയേണ്ടത്. താങ്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്കൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ശരിയാകുക? ഇവിടെ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബിഷപ്പിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ബാഹ്യശക്തികൾ എന്താണെന്ന് വ്യക്തമായി ശ്രീ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. പി സി ജോർജ് പറയുന്നു എൻ്റെ സ്വന്തം ചെറുക്കനാണ്, അവൻ എനിക്ക് ഉമ്മയും തന്നിട്ടാണ് പോയിരിക്കുന്നത് അവരുടെ ചക്കരമുത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ കൊള്ളുന്നത്? ബാഹ്യശക്തികളുടെ ഇടപെടൽ. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഇരിക്കുന്ന അരുൺകുമാർ മാറിയത്? അരുൺകുമാറിന് ഒരു പക്ഷേ പറയാൻ പറ്റുമായിരിക്കും അങ്ങനെയല്ല ഇങ്ങനെ. അരുൺകുമാർ തന്നെ പല മാധ്യമപ്രവർത്തകരോടും പറഞ്ഞിട്ടില്ല ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ചു എന്ന്. അരുൺകുമാർ ഇപ്പം നിഷേധിക്കുമായിരിക്കാം, പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അരുൺകുമാർ അത് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഞാൻ അതിനൊന്നും നിഷേധിക്കുന്നില്ല, അത് രാഷ്ട്രീയമാണ്. ആയിക്കോട്ടെ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അരുൺകുമാറിനെ എന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ല? ഒരു ഭാഗത്ത് അത് നിൽക്കുന്നു. മറുഭാഗത്ത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു, ആ സ്ഥാനാർത്ഥി എന്തോ കേസ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിൻ്റെ വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ തിരിച്ചു വന്നപ്പോൾ എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ മന്ത്രി പോലും അങ്ങോട്ട് തിരക്കി പോകേണ്ടി വന്നത്? ലെൻ സെന്ററിലേക്ക് വിളിപ്പിച്ചാൽ ഈ സ്ഥാനാർത്ഥി വരില്ലായിരുന്നോ? അപ്പോൾ അതൊക്കെ ഇതിന്റെ ആത്യന്തിക ഫലം എന്താണ്? നിങ്ങൾ വീണ്ടും അതേ കെണിയിൽ പോയി വീഴുകയാണ്. അത് തന്നെയാണ് രാജീവ് പറയുന്നത്. ബാക്ക്ഡ്രോപ്പിൽ കാണുന്ന ഒരു റെഡ് ക്രോസിന്റെ ചിഹ്നം കണ്ടാൽ അത് കുരിശാണ് തെറ്റിദ്ധരിക്കുന്നത്. എന്തിനാണ് ഇത്ര വെറുപ്പ്? നിങ്ങൾ വീണ്ടും അതിലേക്ക് തന്നെ പോവുകയല്ലേ? ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. താങ്കൾക്ക് അതാണ് ആവശ്യം. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കൂ. ഞങ്ങൾ പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഒന്നും പോയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഇത്തരത്തിലൊരു നിലപാടും ഇത്തരത്തിലൊരു ഒരു സംവേദനവും ആവശ്യമായിരുന്നത് പി രാജീവിനാണ്. പിന്നെ അദ്ദേഹം ചോദിക്കുന്നു ഞങ്ങൾ എന്നും മതമേലധ്യക്ഷന്മാർ ഏത് മതത്തിൻ്റെതായാലും ഞങ്ങൾ യോജിച്ചിട്ടേ പോയിട്ടുള്ളൂ ഹാഷ്മി. ഞങ്ങൾ ഒരു ഘട്ടത്തിലും ആരുമായി പിണക്കാൻ പോയിട്ടില്ല, രാഷ്ട്രീയമായിട്ട് പോലും പിണങ്ങാൻ പോയിട്ടില്ല. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഇവിടെ 1957 മുതൽ ആരാ പിണങ്ങിയിട്ടുള്ളത്? പള്ളിയിൽ അച്ഛനും പിള്ളച്ചനും ചേർന്നുള്ള സമരമാണ് 1957 നടന്ന വിമോചന സമരം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? കുപ്പായക്കാരുടെ കച്ചവടം നടക്കാത്തത് കൊണ്ടാണ് ഈ എന്താ പറയുന്നത് വിമോചന സമരവുമായി ഇറങ്ങിയതെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? 87 PJ ജോസഫിനെ മുന്നണിയിലേക്ക് മുന്നണിയിലേക്ക് ക്ഷണിച്ചപ്പോൾ പറഞ്ഞ എന്താ വാചകം? പള്ളിക്കാരെയും പട്ടക്കാരെയും പുറത്താക്കിയിട്ട് വരും, എന്നിട്ട് നമുക്ക് ആലോചിക്കാവുന്നല്ലേ? മത്തായി ചാക്കോ അദ്ദേഹത്തിൻ്റെ അന്ത്യകൂദാശ നിർവഹിച്ചു എന്നൊരു പുരോഹിതൻ പറഞ്ഞപ്പോൾ, ഒരു ബിഷപ്പ് പറഞ്ഞപ്പോൾ, ഒരു തിരുമേനി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ നികൃഷ്ട ജീവി എന്നല്ലേ വിളിച്ചത്? ഞങ്ങളാണോ വിളിച്ചിട്ടുള്ളത്? അതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയണോ? സ്വാശ്രയ കോളേജ് വിഷയത്തിൽ MA BB എന്താ പറഞ്ഞിട്ടുള്ളത്? രൂപത എന്നാൽ രൂപത എന്നാ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളാണോ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ ഒരിക്കലും അവരുമായിട്ടൊന്നും പിണങ്ങാൻ പോയിട്ടില്ല. MM മോനായിയും അതുപോലെ ഐഷ പോറ്റിയും ഒക്കെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുകയും അവരെ പരസ്യമായി ശാസിക്കുകയും ചെയ്തത് ആരാണ്? ഞങ്ങളാണോ? ഒരു PSC മെമ്പർ, ഇപ്പോഴുള്ള ഒരു PSC മെമ്പർ, അദ്ദേഹം കല്യാണം കഴിക്കാൻ വേണ്ടി DYFOട് എഴുതി ചോദിച്ചു, ഞാൻ പള്ളിയിൽ വെച്ച് കല്യാണം കഴിച്ചോട്ടെ എന്നിട്ട് പെർമിഷൻ മേടിച്ച് കല്യാണം കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ഇരട്ട കുട്ടികളുടെ അച്ഛനായ MLA അദ്ദേഹത്തിന് കുട്ടികളുടെ മാമോദീസ മുക്കാൻ വെളുപ്പാങ്കാലത്ത് ആരും അറിയാൻ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മെത്രാന്മാരെയും പള്ളിക്കാരെയും ഒക്കെ തെറിയും വിളിച്ച് നടന്നിട്ടുള്ളത് ആരാണെന്ന് നമുക്കറിയാം, കേരളീയ സമൂഹത്തിന് അറിയാം. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഹാഷ്മി. ഇത് പറയാൻ തന്നെയാണ് ഞാനിത് ആവർത്തിച്ചത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ സഭാ നേതൃത്വമായോ ഏതെങ്കിലും സാമുദായിക സംഘടനാ നേതാക്കന്മാരുമായോ യുദ്ധത്തിന് ഞങ്ങൾ പോയിട്ടില്ല. അതിൻ്റെയൊക്കെ ചരിത്രമുള്ളത് CPM-നാണ്, രാജീവിൻ്റെ പാർട്ടിക്കാണ്, LDF-നാണ്, മുഖ്യമന്ത്രിക്കാണ്, MA BB ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കാണ്. നിഷേധിക്കാൻ കഴിയുമോ? നിഷേധിക്കാമെങ്കിൽ നിഷേധിക്കട്ടെ. കഴിയുമോ? അപ്പോൾ അതൊന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ എല്ലാ നേതൃത്വവും എല്ലാ സാമുദായിക സംഘടനാ നേതാക്കന്മാരുമായും നല്ല റിലേഷൻഷിപ്പിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഒരു നേതാക്കന്മാരുടെ ഭാഗത്തും വാവിട്ട് ഒരു വാക്ക് പോലും പോയിട്ടില്ല. ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് സ്ഥാപിക്കണമെന്നും മറ്റ് ഗതികേട് കൊണ്ട്, രാഷ്ട്രീയമായ പാപ്പരത്വം കൊണ്ട് CPM ഈ ഗതികേടിലേക്ക് പോകുന്നു. അത് പി രാജീവിനെ പോലെയുള്ള സെക്രട്ടേറിയറ്റ് മെമ്പറും LDF-ന്റെ കൺവീനറും ഒക്കെ ഇപ്പോഴും അത് പൊക്കിപ്പിടിച്ചു. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ആരാ? നിങ്ങൾ ആദ്യം സ്ഥാനാർത്ഥിയോട് ചോദിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതാ. ഞങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല എന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നു. ഇന്ന് ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ കുറേ മാധ്യമങ്ങളും കുറേ LDF-കാരും ചേർന്ന് അതിൻ്റെ പുറകെ പോയെന്ന് വിചാരിച്ചിട്ടും ഈ തൃക്കാക്കരയിലെ വോട്ടർമാർ അതിൻ്റെ പുറകെ വരുമെന്ന് നിങ്ങളാരും കരുതരുത്. ഞങ്ങൾ നിലപാടുകളെ സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇല്ല, ബാഹ്യ സമ്മർദ്ദം എന്ന് ബാഹ്യ സമ്മർദ്ദം ഏതെങ്കിലും എന്തുകൊണ്ടാ മാധ്യമങ്ങൾ പറഞ്ഞത് പറഞ്ഞോ? വ്യക്തമാക്കിയിട്ടുണ്ടെന്നേ. നിങ്ങൾ എന്തുകൊണ്ടാ താങ്കൾ എന്താ അവിടെയാണ് ഞാൻ പറയുന്നത്, അവിടെയാണ് താങ്കളുടെ എസ് എഫ് ഐക്കാരൻ പുറത്തു വരുന്നത്. ഞങ്ങൾ കൃത്യമായി എന്റെ പറഞ്ഞു അവിടെ ജ്യോതി പറഞ്ഞിട്ടുള്ളത് എന്റെ ഈ അസംബ്ലിക്കാരനോട് പറഞ്ഞ നിൽക്കട്ടെ. PC ജോർജിനെ സംബന്ധിച്ച് തന്നെയാണ്. ഈ പറയുന്ന പി സി ജോർജ് പറയുന്ന ഏതെങ്കിലും വാക്യം, ഏതെങ്കിലും വാചകം 10 പൈസയ്ക്ക് മുഖവിലേക്ക് എടുക്കാൻ കൊള്ളാവുന്നതാണോ? അല്ല അങ്ങനെ പറഞ്ഞു പോരുത് ഹാഷ്മി. അല്ല, പി സി ജോർജ് പറഞ്ഞ ഏതെങ്കിലും വാചകം 10 പൈസയ്ക്ക് മുഖവിലേക്ക് എടുക്കാൻ കൊള്ളാവുന്നതാണോ? ഒന്ന് ഇനി ഈ പറയുന്ന പോലെ അടുത്ത സൗഹൃദമാണെന്നിരിക്കട്ടെ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദം ഒരാളെ പൊളിറ്റിക്കലി ഡിഫൈൻ ചെയ്യാൻ മതിയായ ഒരു സംഗതിയാണോ ചാമക്കാല? അത് ഇപ്പൊ ഒരു ചർച്ചയിൽ ചാമക്കാല പറയട്ടെ, ഒരു ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയട്ടെ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പി സി ജോർജ് രാജീവിനോട് പറഞ്ഞു നിർത്തിയ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുന്നത്, എന്നിട്ട് ഞാൻ അസഫിക്കാൻ വല്ല കഥയുണ്ടോ ചാമക്കാല? പി സി ജോർജ് പൊതുസമൂഹത്തിൽ പറഞ്ഞിരിക്കുകയല്ലേ? പി സി ജോർജ് പൊതുസമൂഹത്തിൽ പറഞ്ഞിരിക്കുക. ഏത് പി സി ജോർജാണ്? ഇവിടെ വർഗീയ വിഷം പിന്നെ ചീറ്റുന്ന പി സി ജോർജ്. അദ്ദേഹം പറയുന്നു എന്റെ പയ്യനാണ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കേരളം ചുമ്മാതിരിക്കുമോ ഈ കാലഘട്ടത്തിൽ? ഇല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി നിഷേധിക്കണം. സ്ഥാനാർത്ഥി ഇപ്പോഴും നിഷേധിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി പറഞ്ഞ LDF അതിനെ കുറിച്ച് വിശദീകരിക്കുന്നതാണ്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. അദ്ദേഹവും പി സി ജോർജുമായിട്ടുള്ള ബന്ധത്തെ ഒരു കല്യാണ വീട്ടിൽ കണ്ട പരിചയമൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ അല്ല, താങ്കൾ എന്താ വിശ്വസിക്കാത്തത്? ജനപക്ഷ പാർട്ടിയുടെ പിന്നെ നേതാക്കന്മാരാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ മുഴുവൻ. അദ്ദേഹം ഉൾപ്പെടെ പി സി ജോർജുമായിട്ടുള്ള ആത്മബന്ധത്തെ സംബന്ധിച്ച് നിരവധി ഫോട്ടോസ് പുറത്തു വന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്, പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ പി സി ജോർജ് പറഞ്ഞ ഒരു വാചകം മുന്നോട്ട് വെച്ചിരിക്കുമ്പോൾ അതിന് ഉപോത്ബലകമായ ഒരുപാട് ഫോട്ടോസ് പുറത്തുണ്ട്, പബ്ലിക് ഡൊമൈനിലുണ്ട്, ഒരുപാട് വാചകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, പാർട്ടിയുടെ ബന്ധം വന്നിട്ടുണ്ട്. ഇതൊന്നും നിഷേധിക്കുവാൻ ആ സ്ഥാനാർത്ഥിക്ക് ഇപ്പോഴും കഴിയുന്നില്ല. അപ്പോൾ അതാണ് അജണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ളത് പി സി ജോർജ് ആണോ LDFന് സ്ഥാനാർത്ഥിയെ കൊടുത്തെന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഇപ്പോഴും LDF ഒളിച്ചോടുകയാണ്. ഞങ്ങൾ ഒരു പള്ളിക്കാരെയും ഒരു സഭയെയും ഞങ്ങൾ ആശുപത്രിയുടെ ബാക്ക്ഡ്രോപ്പ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഈ ജോർജിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഈ പറയുന്ന കേരളയിലോ നിങ്ങൾ ഈ പറയുന്ന രണ്ടാം പിണറായി സർക്കാർ ഒരു വർഷത്തെ ഹിതപരിശോധനയോ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ ഇതിൽ കിടന്ന് കറങ്ങും. അതിന്റെ ആത്യന്തിക ഗുണഫലം ഉണ്ടാകാൻ പോകുന്ന LDFന് ജ്യോതികുമാർ ചാമക്കാല. ഹാഷ്മി എന്നോട് ചോദിച്ച ചോദ്യം എന്താ? എന്താണ് ഹാഷ്മി ചോദിച്ചത്? ഇന്ന് പി രാജീവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്. ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞില്ലേ? നിങ്ങൾ പറയും ഞാൻ ഒളിച്ചോടിയെന്ന്. മറുപടി പറഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങൾ വീണ്ടും അതിലേക്ക് പോകുന്നു എന്ന്. എന്ത് പാപ്പരത്വമാണ് ഹാഷ്മി താങ്കളെ സംബന്ധിച്ച്? താങ്കളല്ലേ എന്നോട് ചോദിച്ചത്? അതിന് വ്യക്തമായി ഞാൻ മറുപടി പറയുമ്പോൾ താങ്കൾക്ക് അത് വീണ്ടും ഞാൻ തിരിച്ചു പോക്കാവുമോ? ഇതെന്ത് പത്രപ്രവർത്തനമാ? എന്ത് മാധ്യമ പ്രവർത്തനമാ ഇത്? ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ ഉത്തരം പറയുന്നില്ല എന്ന്. ഇല്ല, ഈ ബാഹ്യ സമ്മർദ്ദം എന്നൊരു വാക്ക് പറഞ്ഞ് പെട്ടു. പി സി ജോർജ് രക്ഷകനായി അവതരിച്ചു. പക്ഷെ അതിൽ നിന്ന് പിന്നെയും നിങ്ങളുടെ നേതാക്കൾ തന്നെ ഇന്നും പ്രതികരിച്ചു സതീശൻ. അല്ല ഇപ്പൊ ലിസി ഹോസ്പിറ്റലിൽ നടത്തിയ പത്രസമ്മേളനത്തെ കുറിച്ച് ഞാൻ മറുപടി പറഞ്ഞത് താങ്കൾ വിട്ടോ? ഉപേക്ഷിച്ചോ? മറുപടിയിൽ അല്ല, നമുക്ക് വിടാം. ഞാൻ ശരി, ശ്രീ വി രാജേഷ്, ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ് പി സി ജോർജ് വിമർശനങ്ങൾക്ക് പോലെ മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതോടൊപ്പം നേരത്തെ അഡ്വക്കേറ്റ് KS അരുൺകുമാർ പറഞ്ഞു നിർത്തിയത്, ഈ ഒരു അർബൻ മണ്ഡലത്തിൽ വണ്ടി ഓടിക്കുന്ന ഒരുപാട് ആളുകളുള്ള മണ്ഡലത്തിൽ വണ്ടിയിൽ എണ്ണയടിക്കുന്ന ആരെങ്കിലും, വീട്ടിൽ ഗ്യാസ് ഉപയോഗിച്ച് കഞ്ഞി വെക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് വോട്ട് തരുമോ? ആ കഞ്ഞി വെക്കുന്ന വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടാകും? തൃക്കാക്കര ഇന്ന് കൊടുക്കേണ്ട വില 1006 രൂപയാണ് ഒരു കുറ്റി ഗ്യാസിന്. ശ്രീ വി രാജേഷ്. ഏറ്റവും ധൈര്യമുണ്ടാവുക ഞങ്ങൾക്കാണ്. കാരണം കേരളം ഭരിക്കുന്നത് LDF ആണ്. അരുൺകുമാർ ഒന്ന് പറഞ്ഞേ, സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന നികുതി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കുറച്ചപ്പോൾ നിങ്ങൾ എത്ര രൂപയാണ് കുറച്ചത്? നിങ്ങൾ 1 രൂപ കുറച്ചു അരുൺകുമാർ. കുറച്ചോ? അരുൺകുമാർ പറഞ്ഞ സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞില്ലേ, മറ്റുള്ള സംസ്ഥാനങ്ങൾ നികുതി കുറച്ചു, കേരളം നികുതി കുറയ്ക്കണം. നിങ്ങൾ 1 രൂപ പോലും കുറയ്ക്കാൻ തയ്യാറായില്ല. അത് കുറച്ചതിന് ശേഷം, ആ നികുതി കുറച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ചു കൊടുത്തതിന് ശേഷം അരുൺകുമാർ ഈ ആർഗ്യുമെന്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മറുപടി പറയാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഇന്ധനവില വർധനവ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് ചോദിക്കാൻ ചെന്നാൽ തൃക്കാക്കരയിലെ ജനങ്ങൾ നിങ്ങളെ പുറത്താക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ നികുതി കുറച്ചിട്ട് ചെല്ല്, നികുതി കുറച്ചിട്ട് പോയി വോട്ട് ചോദിക്കൂ. അതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ യോഗ്യതയുള്ളൂ. ഇനി മറ്റൊന്ന്, എൻ്റെ ഹാഷ്മി, കേരളിനെ കുറിച്ച്, കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ പാചകവാദത്തിൽ സംസ്ഥാന സർക്കാർ നികുതി എത്രയാണ്? ഞാൻ പൂർത്തിയാക്കട്ടെ. കഴിഞ്ഞ 1.5 മാസത്തിൽ ഒറ്റയടിക്ക് 100 രൂപയാണ് കൂട്ടിയത്. എത്രയാണ് സംസ്ഥാന സർക്കാർ? കഴിഞ്ഞ അവസരത്തിൽ അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാനൊന്ന് മറുപടി പറഞ്ഞിട്ട് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. അതായത് അദ്ദേഹം കേരളിനെ കുറിച്ച് വാചാലനായി
ഹാഷ്മി 2 ലക്ഷം കോടി രൂപ കേരളത്തിൻ്റെ പേരിൽ കടമെടുത്തിട്ട് കേരളത്തെ നാളെ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ശ്രീലങ്കയാക്കി മാറ്റാൻ പോകുന്നവരാണ്. പാചകവാതവും മണ്ണെണ്ണയും ഒരു തുണ്ട് ബ്രെഡ് പോലും ഇല്ലാതെ ഓടുന്ന ജനതയെ നമ്മൾ കണ്ടില്ലേ ശ്രീലങ്കയിൽ. ഒരു KSRTC മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അരുണേ, കഴിഞ്ഞ മാസം KSRTCയിലെ പാവപ്പെട്ട പെൻഷൻ പറ്റിയവർക്ക് മരുന്ന് വാങ്ങാൻ നിങ്ങൾ പെൻഷൻ കൊടുത്തോ? നിങ്ങൾ ശമ്പളം കൊടുത്തോ? ഇവിടെ ചിറക് വെച്ച് പറക്കുകയല്ലേ KSRTC. ഇന്നലെ എന്താ ഹൈക്കോടതി ചോദിച്ചത്? KSRTC ബസ്സുകൾ ഇങ്ങനെ ഇട്ട് നശിച്ച് നാമാവശേഷമായി പോകുന്നു. ഒരു പ്രൈവറ്റ് ബസ് മുതലാളിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അനുവദിക്കുമോ? ഈ നഷ്ടം സംസ്ഥാനത്തിൻ്റെ നഷ്ടമല്ലേ? അതുപോലും നേരെ ചൊവ്വെ നടത്താൻ ശേഷിയില്ലാത്ത നിങ്ങളാണ് 2 ലക്ഷം കോടി രൂപ മുടക്കി കേരളിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കാക്കരയിലെ ജനങ്ങൾ നിങ്ങളെ ഓടിക്കും. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത്. ഇനി ജ്യോതികുമാറിനോട് ഹാഷ്മി ചോദിച്ചൊരു ചോദ്യം എന്നോട് ചോദിച്ചല്ലോ, എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്നും. ഹാഷ്മി വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തെ LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനുള്ള ശേഷി, ചർച്ച ചെയ്യാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി എന്തുകൊണ്ട് UDF കാണിക്കുന്നില്ല എന്ന് ചോദിച്ചു. ഈ ചർച്ചയിലെ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഹാഷ്മി അവർ ഒരിക്കലും കാണിക്കില്ല. കാരണം സഹകരണാത്മക പ്രതിപക്ഷമായിട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം പോകുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ മത്സരിക്കുവാനുള്ള യോഗ്യത പോലും ഇവർക്കില്ല. ധനകാര്യമന്ത്രി പറയുന്നത് എന്താണ്? KN ബാലഗോപാൽ അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പിറ്റേ ദിവസം മുതൽ അദ്ദേഹം പുലമ്പിക്കൊണ്ട് നടക്കുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക ഘടനയെക്കുറിച്ചാണ്, സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചാണ്. അതിന് തൊട്ടു മുമ്പുള്ള 5 വർഷവും അവരല്ലേ ഭരിച്ചത്. അപ്പോൾ കേരളം ധൂർത്തടിച്ചത്, വോട്ട് കിട്ടാൻ വേണ്ടി കേരളം കടമെടുത്തത്, ഇതൊക്കെ വെച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനം ചർച്ച ചെയ്തു കഴിഞ്ഞാൽ LDF സ്ഥാനാർത്ഥിയെ കെട്ടിവെച്ച കാശ് പോലും തൃക്കാക്കരയിൽ കിട്ടില്ല. അത് ചർച്ചയാക്കാൻ വേണ്ടി UDF ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഹാഷ്മിക്ക് തന്നെ ചോദിക്കേണ്ടി വന്നത്, കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടി എന്തേ UDF രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കുന്നില്ല? വൈകാരികമായ കാര്യങ്ങളിലേക്ക് പോകുന്നു. മറ്റൊന്ന്, ഇവിടെ P. രാജീവ് എന്താ പറഞ്ഞത്? ഇടതുപക്ഷ രാഷ്ട്രീയത്തിലൂടെ, ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന ഒരു നേതാവ് കമ്മ്യൂണിസവും സോഷ്യലിസവും എല്ലാം മാറ്റിവെച്ചിട്ട് ക്രോസിൻ്റെ പിന്നാലെ പോവുകയാണ്. അത് പറഞ്ഞൊരു വികാരം ഇളക്കി വിട്ടുകൊണ്ട് വോട്ട് ചോദിക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ വിജയിച്ച സൂത്രവാക്യം, അരുവിക്കരയിൽ വിജയിച്ച സൂത്രവാക്യം, ഈ സമവാക്യത്തിൽ തൂങ്ങി നിന്നുകൊണ്ട് വിജയിക്കുവാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനം ചർച്ച ചെയ്യുവാൻ വേണ്ടി അവരും ആഗ്രഹിക്കുന്നില്ല. ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ പാചകവാതകത്തിന് കൂട്ടിയ വില 100 രൂപയാണല്ലോ മിത്രമേ, ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് ഒരു പാവം വോട്ടർ ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്താകും ശ്രീ PV രാജേഷ്? ഞങ്ങൾ ഇന്ധന വിലയുമായിട്ട് പാചകവാതക വിലയുടെ കാര്യം ചോദിക്കുന്നു. ഇന്ധന വില നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. സംസ്ഥാനവും കുറയ്ക്കില്ല, കേന്ദ്രവും കുറയ്ക്കില്ല. സംസ്ഥാനത്തിന്റെ മറുപടി കേരളം നികുതി കുറയ്ക്കാൻ കേരളം നികുതി കൂട്ടിയിട്ടില്ല. അതിനു മുമ്പ് കേരളം നികുതി കൂട്ടാൻ എങ്ങനെ പറ്റുന്നത്? കേരളത്തിൽ ഒരു രാജ്യമല്ലല്ലോ. ഹാഷ്മി എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എന്തേ അരുൺകുമാറിനോട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന നികുതി കുറയ്ക്കാൻ തയ്യാറാകത്തതെന്ന് അരുൺകുമാറിനോട് ചോദിക്കുവാൻ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ നാവ് പൊങ്ങണം. ഹാഷ്മി എന്ന ആങ്കർ ഇടതുപക്ഷത്തോട് ചോദിക്കാൻ വേണ്ടി ഹാഷ്മി തയ്യാറാകുന്നില്ല. ചോദിക്കും, ഉറപ്പായും ചോദിക്കും. പക്ഷേ ഈ പാചകവാതക വില കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ 100 രൂപ എന്തിനു കൂട്ടി എന്ന് ചോദിച്ചാലോ ശ്രീ PV രാജേഷ്? കഴിഞ്ഞ 1.5 മാസത്തിനിടെ പാചകവാതകത്തിന്റെ വില 100 രൂപ എന്തിനു കൂട്ടി, എങ്ങനെ കൂട്ടി, ഞങ്ങൾ അങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചാൽ മറുപടി എന്താകും? അതിനു മുമ്പുള്ള മാസങ്ങളിൽ സംസ്ഥാന സർക്കാർ മറ്റുള്ള ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കുറച്ചപ്പോഴേക്കും കേരളം എത്ര പൈസ കുറച്ചു? രൂപ കുറയ്ക്കണ്ട, എത്ര പൈസ കുറച്ചു ചോദിക്കണം. അതിന് മറുപടി കിട്ടിയ ചോദ്യം അറിയൂ. ഉറപ്പായിട്ടും ചോദിക്കും. എന്റെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് താങ്കൾ പാചകവാതകത്തിന്റെ വില കൂടി 1.5 മാസത്തിനിടയിൽ 100 രൂപ കൂടി ഇന്നലെയാണ്. കഴിഞ്ഞ മാർച്ചിൽ 50 രൂപ, ഇന്നലെ 50 രൂപ, 100 രൂപ. അതിന് മുൻ ഇന്ധനവില കുത്തനെ കൂടി. ഇന്ധനവില സഡൻ ബ്രേക്ക് ഇടുന്ന എപ്പോഴാണ്? 5 സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. സഡൻ ബ്രേക്ക് ഇട്ട് ഇന്ധനവില നിന്നു. 137 ദിവസം ഇന്ധനവില കൂടിയില്ല. തെരഞ്ഞെടുപ്പ് ഫലം തൊട്ട് പിറ്റേ ദിവസം വന്ന് പിന്നെ കൂടി തുടങ്ങി. അതിന് മുൻപത്തെ ഇലക്ഷൻ നിങ്ങൾ നിസ്സഹായതാ നാട്യം, ഞങ്ങൾ എന്ത് ചെയ്യും? കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ഒരു പിടുത്തവുമില്ല. ഇതൊക്കെ ആരെ പറ്റുക? ഇതൊക്കെ തൃക്കാക്കരയിലെ വോട്ടർമാർ ചോദിക്കും. മറുപടി പറയാൻ സജ്ജമായി വേണം പോകാൻ. 2014 മുതൽ നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യം ഭരിക്കുകയാണ്. ഇന്ധന വിലയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ
അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഗവൺമെൻറ്റുകളെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു വസ്തുത മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് നേർക്ക് ചോദ്യം പറഞ്ഞോളൂ. നിങ്ങൾ ചോദിക്കൂ, അരുണിനോട് ചോദിക്കൂ. ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ മാസങ്ങളുണ്ടായിരുന്നല്ലോ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ എത്ര രൂപ കുറച്ചു? പാചകവാതകത്തിന്റെ കാര്യത്തിൽ ഈ വീട്ടിലെ ഓരോ മനുഷ്യരെയും ബാധിക്കുന്ന വിഷയത്തിൽ ഇത്തരത്തിൽ കൊള്ള നടത്തുന്ന എന്തെങ്കിലും ന്യായം വി രാജേഷ് പറയാനുണ്ടോ? ഞാൻ അരുണിനോട് ചോദിച്ചോളാം. അരുണിനോട് ഉറപ്പായി യാതൊരു മനോവേദനയും ഇല്ലാതെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞില്ലേ, ഇന്ധനവില ഞങ്ങൾ നികുതി ഇനത്തിൽ 1 രൂപ പോലും സംസ്ഥാന സർക്കാർ കുറയ്ക്കില്ല എന്ന് പറഞ്ഞില്ലേ? മറ്റുള്ള സംസ്ഥാനങ്ങൾ, പല സംസ്ഥാനങ്ങളും കുറച്ചില്ലേ? നിരവധി സംസ്ഥാനങ്ങൾ കുറച്ചില്ലേ? എന്തുകൊണ്ടാണ് കുറയ്ക്കാത്തത്? അരുണിനോട് ചോദിക്കൂ. അരുൺ തൃപ്തികരമായ മറുപടി തരട്ടെ, അതിനുശേഷം എന്നോട് ആ ചോദ്യം പറയൂ. പാചകവാതകത്തിന്റെ കാര്യത്തിൽ എന്നോട് മറുപടി പറയാതിരിക്കട്ടെ, പക്ഷെ തൃക്കാക്കരയിലെ അമ്മമാരോട് മറുപടി പറയാൻ തയ്യാറായി പോകണം. എന്നോട് എനിക്ക് മറുപടി വേണ്ട, പോട്ടെ. തൃക്കാക്കരയിലെ അമ്മമാർ അടുക്കളയിൽ മറുപടി ഉണ്ടാവണം. മറുപടി പറയാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഈ പറഞ്ഞ ഇന്ധനത്തിന്റെ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിലല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ പറഞ്ഞ ഇലക്ഷൻ സമയത്ത് മാത്രം എങ്ങനെയാണ് ബ്രേക്ക് ഇട്ട പോലെ വില വർധന നിൽക്കുന്നത് എന്ന് ചോദിക്കും. അതിന് മറുപടി കണ്ടെത്തണം ശ്രീ വി രാജേഷ്. ശരി, ഞാൻ എന്നോട് ചോദിക്കട്ടെ. എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ കൈരളി ചാനലിലല്ല ചർച്ചയിരിക്കുന്നത്. ഞാൻ ചർച്ചയ്ക്കിരിക്കുന്നത് 24 ചാനലിലാണ്, ന്യൂസ് 24-ലാണെന്ന് ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ചോദ്യം പ്രതീക്ഷിക്കുകയാണ് അരുൺകുമാറിനോട്. മുഴുവൻ ചോദ്യങ്ങളും എന്നിലേക്ക് ചോദിച്ചിട്ട് മറുപടി ഉണ്ടോ എന്നേ ചോദിച്ചുള്ളൂ. ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അരുണിനോട് പോവുകയാണ്. അതിന് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ചർച്ചയ്ക്കുന്നത് 8:30 മണി വരെ എൽ ഡി എഫിനെ ഫോക്കസ് ചെയ്യപ്പെടുന്ന LDF-നെ കോർണർ ചെയ്ത ചർച്ചകൾ വരുമ്പോഴേക്കും, ചോദ്യങ്ങൾ വരുമ്പോഴേക്കും അവരെ സേഫ് ആക്കുവാനുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് ഞാൻ 15 മിനിറ്റോട് ഞാൻ ചോദിച്ചോണ്ടിരിക്കുക. അരുൺകുമാറിനോട് ചോദിക്കൂ. നികുതി കുറച്ചപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കാൻ കേരളം തയ്യാറായില്ല. ചോദിക്കുമെന്നേ, അടുത്ത ഘട്ടത്തിൽ ചോദിക്കും. ഞാൻ താങ്കളോട് ചോദിച്ച പാചകവാതക വില ഞാനത് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല രാജേഷ്. ഞാനത് അതിനാണ്ട് പാവങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഞാനത് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. പാചകവാതക വില 1.5 മാസത്തിനിടെ 100 രൂപ കൂട്ടിയത് എന്തിന്? 2, വില നിയന്ത്രണം പറയുന്ന കേന്ദ്ര സർക്കാർ ഇലക്ഷൻ വരുമ്പോൾ എന്തുകൊണ്ട് സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ ഇന്ധന വില നിൽക്കുന്നു? രണ്ടിനും മറുപടിയില്ലേ? ഞാനെത്താം. KS അരുൺകുമാർ, ഈ പറയുന്ന കുരിശേത്, റെഡ് ക്രോസിന്റെ ചിഹ്നമേത് എന്നറിയാത്ത ആളല്ല പ്രതിപക്ഷ നേതാവ്. അത് പ്രതിപക്ഷ നേതാവിന് അറിയാത്തതല്ല എന്ന് P രാജീവിനും നന്നായി അറിയാം. ഇന്ന് ഈ പറയുന്ന മതചിഹ്നങ്ങളോട് ഇത്ര വെറുപ്പെന്തിനാണ് എന്ന് ചോദിക്കേണ്ട പശ്ചാത്തലവും ഉണ്ടായിട്ടില്ല എന്നും അങ്ങേക്കറിയാം. അപ്പോൾ ഈ വിഷയം, ഈ സഭാ വിവാദം, പ്രതിപക്ഷം സഭയെ അവഹേളിക്കുന്നു, പ്രതിപക്ഷം സഭയുടെ നോമിനേറ്റഡ് സ്ഥാനാർത്ഥിയാണ് ജോ ജോസഫ് എന്ന് പറഞ്ഞു എന്നിങ്ങനെ നിരന്തരം ചർച്ചയെടുപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ താല്പര്യം കൂടിയാണോ ശ്രീ അരുൺകുമാർ? അതോ സഭയെ നിരന്തരം വലിച്ചിരിക്കുന്ന നിങ്ങളാണോ, പ്രതിപക്ഷമാണോ ശ്രീ അരുൺകുമാർ? ഈ സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും ആദ്യം വന്നത് UDF-ൻ്റെതാണല്ലോ. UDF അത് വലിയ ക്രെഡിറ്റ് ആയിട്ടും എടുത്തു. ഞങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിയെ അപമാനിക്കാനോ വ്യക്തിപരമായി എന്തെങ്കിലും പരാമർശം നടത്താനോ ആ സ്ഥാനാർത്ഥി നിർണയത്തെ കളിയാക്കുവാനോ LDF പോയിട്ടില്ല. മറ്റു പലരും പറഞ്ഞു ഇത് മക്കൾ രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയ ശ്രീ PT തോമസ്, PT തോമസിന്റെ ഭാര്യ തന്നെ സ്ഥാനാർത്ഥിയായി വന്നതിനെക്കുറിച്ച് മറ്റു പലരും കാര്യങ്ങൾ ഉന്നയിച്ചപ്പോഴും ഞങ്ങൾ ആ വിഷയത്തിലേക്ക് കടന്നില്ല. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഇവർ എത്ര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്? ഇല്ല, താങ്കളുടെ പേര് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെന്തോ സഹതാപത്തിനുമേൽ രാഷ്ട്രീയ പോരാട്ടം എന്നൊക്കെയായിരുന്നു കേട്ടോ മുദ്രാവാക്യം കേട്ടത്. താങ്കളുടെ ചിത്രം മാറി ജോ ജോസഫ് വന്നപ്പോഴാണ് ഈ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മയപ്പെട്ടത്. ശ്രീ അരുൺകുമാർ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ വ്യത്യസ്തമായിട്ട് നമുക്കറിയാം. ഇടതുപക്ഷത്തിന്റെ ഘടകങ്ങൾ യോഗം കൂടി CPM-ഉം LDF-ഉം എല്ലാം ആധികാരികമായി പ്രഖ്യാപിച്ചത് ആ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3:30 മാത്രമാണ്. അതിനു മുമ്പ് LDF ആ അജണ്ട ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചതും അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നിരവധി ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. ഇതിനിടയിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല 2 കൊട്ടുകുട്ടി. ഒന്ന്, സാധാരണ ചർച്ചയ്ക്ക് എത്ര പേരെ വന്നാലും വളരെ ധൈര്യത്തോടെ നേരിടും എന്ന് മുഖഭാവത്തിലെങ്കിലും കാണിക്കുന്ന ജ്യോതികുമാർ ഇവിടെ 2 പേർ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആദ്യമായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭയം രേഖപ്പെടുത്തിയത്. 2, ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മാധ്യമപ്രവർത്തകരോട് പലതും പറഞ്ഞു എന്ന രൂപത്തിലൊക്കെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് കണ്ടു. ഇതൊക്കെ കോൺഗ്രസിന്റെ പരിപാടിയാണ്, UDF-ന്റെ പരിപാടിയാണ്. അതവിടെ ഇരുന്നോട്ടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുള്ളതല്ലേ? നിങ്ങൾ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? ആദ്യ ദിവസം മുതൽ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു പത്രക്കാർക്ക്.
മുന്നിൽ. അതിന് മറുപടി കൊടുക്കുകയാണ് LDF നേതാക്കന്മാർ ചെയ്തത്. ഏറ്റവും ആദ്യം സഖാവ് M സ്വരാജ്, സഖാവ് P രാജീവ്, അതുപോലെ തന്നെ LDF കൺവീനർ അടക്കം, അതുപോലെ CPM ജില്ലാ സെക്രട്ടറി സഖാവ് CN മോഹൻ അടക്കം ഇവിടെ വന്ന ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ജാതിയില്ല, മതമില്ല, നിറമില്ല. രോഗമായിട്ട് വരുന്നവരെ ഏറ്റവും തുച്ഛമായി, കൃത്യമായി, ഏറ്റവും ചെറിയ ഫീസിന് അവരുടെ രോഗം ഭേദമാക്കി കൊടുക്കുന്ന ഹോസ്പിറ്റലിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചതാരാ? അവിടെ നടന്നു പത്രസമ്മേളനമല്ലല്ലോ. അവിടെ ചെന്ന പത്രപ്രവർത്തകരെ അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്ന ഡോക്ടർ പുറത്തു വന്ന് പരിചയപ്പെടുകയും അദ്ദേഹം സംസാരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ അവിടെ ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ ചെന്നത്. മന്ത്രി ചെന്നപ്പോൾ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. അതിലൊരു പത്രസമ്മേളനം LDF വിളിച്ചതല്ല എന്ന് എല്ലാവർക്കും അറിയാം. സാഹചര്യങ്ങൾ ശ്രീ അരുൺകുമാർ, ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല ഒരു ഡോക്ടറെ, ഇത് നിങ്ങളുടെ ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ നിങ്ങൾ ഡോക്ടർമാരെ നിർത്തിയിട്ടുണ്ട്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു ഡോക്ടർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന ഒരു ടെലിവേസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടാവുന്നത് നിങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ? അത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കില്ലേ? അപ്പോഴേക്ക് ഈ പറയുന്ന മതചിഹ്നമായ കുരിശിനോട് വെറുപ്പുള്ള ആളാണ്, ഹാലിളകുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അതിനെ തീവ്രമാക്കുകയാണോ ചർച്ച ചെയ്യേണ്ടത്? ശ്രീ അരുൺകുമാർ, LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി 6-ാം തീയതി 3:45 ലെനിൻ സെന്ററിൽ വെച്ചിട്ടാണ് പത്രസമ്മേളനം നടന്നത്. ലെനിൻ സെന്ററിലേക്ക് CPM നേതാക്കന്മാർ പത്രക്കാരെ ക്ഷണിച്ചിരുന്നു. അവിടെ വച്ച് പ്രഖ്യാപനം പൂർത്തീകരിച്ചു. പത്രക്കാർ ലിസി ഹോസ്പിറ്റലിലേക്ക് പോയത് LDF അനുവാദത്തോടെയാണോ, CPM അനുവാദത്തോടെയാണോ? അല്ലല്ലോ. ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഡോക്ടറാണ് അവിടുത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് കേട്ടപ്പോൾ പത്രപ്രവർത്തകരാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. അവരാണ് അവിടെ കാത്തുനിന്നത്. അവിടെ കൃത്യമായിട്ട് നമ്മൾ ആ ചിത്രങ്ങൾ കണ്ടതല്ലേ ഹാഷ്മി? എപ്പോഴാ P രാജീവ് അവിടെ ചെന്നേ? പത്രക്കാർ ചെല്ലുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഈ ഡോക്ടർ എന്ന് മനസ്സിലായി. അവിടെ നിമിഷങ്ങൾ കാത്തുനിന്നു. ഓപ്പറേഷൻ പൂർത്തീകരിച്ച് തൻ്റെ രോഗികളെ ഞാനൊന്ന് കണ്ടോട്ടെ എന്ന അദ്ദേഹത്തിന്റെ മറുപടി വരെ നമ്മൾ കേട്ടതല്ലേ? ആ രോഗികളെ കണ്ട് കൃത്യമായി ഡോക്ടർ പുറത്തേക്ക് വന്നപ്പോൾ ഡോക്ടറെ പരിചയപ്പെടുത്തുന്നു. ഡോക്ടർ മിനിറ്റുകൾ എടുത്ത് സംസാരിക്കുന്നു, താൻ ആരാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശ്രീ പെരിയപ്പുറം അടക്കമുള്ള ഡോക്ടർമാർ പരിചയപ്പെടുത്തുന്നു, സഹപ്രവർത്തകനാണ്. ആ ഹോസ്പിറ്റലിന്റെ MD അടക്കം ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്, ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനായിട്ടുള്ള ഡോക്ടർ സ്ഥാനാർത്ഥിയാകുന്നു. ആ ഘട്ടത്തിന്റെ അവസാനം, ആ പരിചയപ്പെടുത്തലിന്റെ അവസാനമല്ലേ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ്ങോട്ട് കടന്നു വന്നത്? ഒരു പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്ന ചടങ്ങ് സഭയുടെ സ്ഥാപനത്തിന്റെ ബാക്ക്ഡ്രോപ്പിലാകുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന ഒരു സൂചനയും നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ ശ്രീ അരുൺകുമാർ? അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ലെനിൻ സെന്ററിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അവിടെ അത് പൂർത്തീകരിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം പത്രപ്രവർത്തകർ ഈ ഡോക്ടറെ തേടി ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടെ നിമിഷങ്ങൾ കാത്തുനിൽക്കും. അവിടെ അത്തരത്തിലൊരു ഇന്റർവ്യൂ നടക്കുകയാണെന്ന് യാതൊരു തരത്തിലും ഒരു ധാരണയില്ലാതെയല്ലേ അവിടെ CPM നേതാക്കന്മാർ ചെന്നത് എന്തിനാ? ഈ ഡോക്ടറോട് ഔദ്യോഗികമായി പറയാനാണ് ഞങ്ങളുടെ പ്രഖ്യാപനം കഴിഞ്ഞു എന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോയപ്പോൾ ഇരിക്കാൻ ഇരുന്നു. 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. ആ പത്രസമ്മേളനത്തിന്റെ ഭാഗമായിരുന്നില്ല LDF നേതാക്കന്മാർ എന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അത് കണ്ട് ബോധ്യപ്പെട്ടിട്ടും ഓരോ ദിവസവും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഓരോ ദിവസം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് LDF കടമയാണ്. അതുകൊണ്ട് സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ കൃത്യമായി വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പത്രക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അതാണ് നടന്നത്. രണ്ടാമത്തെ കാര്യം, കണ്ടാൽ ഹാലിളകുന്ന പ്രതിപക്ഷ നേതാവ് എന്നൊക്കെയുള്ള പരാമർശം അത് അത്ര നിഷ്കളങ്കമല്ല ശ്രീ KPCC കഴിക്കുന്നവരാണ്. അതെ, KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞതിന് ആരാ ആദ്യം മറുപടി കൊടുത്തേ? എറണാകുളം ജില്ലയിലെ മുതിർന്ന നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ ആദ്യം മറുപടി പറഞ്ഞേ. അതിനുശേഷം ശ്രീ രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞ് UDFിൽ തന്നെ UDFിന്റെ അഭിപ്രായത്തിന് മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടായി. അതെന്താ നമുക്ക് കാണാതിരിക്കാൻ കഴിയുമോ? പത്രദൃശ്യമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തല്ലേ. അപ്പോൾ കൃത്യമായി ഇവിടെ CPM നേതാക്കന്മാർ വന്ന വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ മറുപടി പറയാമല്ലോ അല്ലേ? ഇവിടെ ഹാഷ്മി ഇവിടെ പറഞ്ഞതെല്ലാം കൃത്യമായി മറുപടി പറയാം. ഞാനിവിടെ CPM പാനലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾ വരികയും ചെയ്താലും എനിക്കൊരു ഭയവുമില്ല. ഞാൻ പറയേണ്ടത് പറഞ്ഞിട്ട് തന്നെ പോകും, പറഞ്ഞിട്ടേ പോയിട്ടുള്ളൂ, ഇനിയും അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഭയപ്പാടിൻ്റെ ഭാഗമായിട്ടല്ല ചോദിച്ചത്. നിങ്ങളുടെ പാർട്ടിയിൽ നിന്നും അരുൺകുമാറിന് എന്തെങ്കിലും മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞോട്ടെ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ലോ. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് 24 ചാനലിൽ അരുൺകുമാർ ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പ്ലീസ് ഞാൻ പറയട്ടെ, 24 ചാനലിൽ തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ഒരു ചർച്ച നടക്കുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു അഥവാ മുൻപ് തീരുമാനിച്ചിരുന്നു എന്ന് പറയുന്ന KS അരുൺകുമാർ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന പേരിൽ വേറൊരാൾ കൂടി പങ്കെടുക്കുമ്പോൾ അതിൻ്റെ വ്യതിയാനത്തെക്കുറിച്ച്, അതിലെ വ്യത്യസ്തതയെക്കുറിച്ച് ഞാൻ ചോദിക്കും. തിരിച്ച് UDFിൻ്റെ ഒരു നിരീക്ഷകൻ കൂടി ഉണ്ടായിരുന്നു, ഞാൻ ചോദിക്കില്ലായിരുന്നു.
അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. താങ്കളെ നിരീക്ഷിക്കാൻ വേണ്ടിയാണോ നിരീക്ഷകൻ എന്ന രൂപത്തിൽ ലാൽകുമാറിനെ അയച്ചെന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല, പേടിക്കുകയുമില്ല. ഒന്ന് രണ്ട്, അരുൺകുമാർ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മറുപടി പറഞ്ഞു. ഹാഷ്മി വിട്ടു. പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ശ്രീ അരുൺകുമാറെ, താങ്കളുടെ നെഞ്ചത്ത് കൈവച്ച് താങ്കളുടെ മനസാക്ഷിക്ക് യോജിക്കുന്ന രീതിയിൽ താങ്കൾക്ക് പറയാൻ ചർച്ച ചെയ്ത് പോയതാണ്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം പറയൂ ചാമക്കാല. നമ്മൾ എത്രയോ വിഷയം ചർച്ച ചെയ്തു. നിങ്ങൾ എന്തിനാ പഴയതിലേക്ക് പോകുന്നത്? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്രയധികം ഭയപ്പെടുന്നത് എന്തിനാണ്? പ്ലീസ്, എന്റെ അവസരമല്ലേ ഞാൻ സംസാരിക്കട്ടെ. പ്ലീസ്, എന്റെ അവസരമല്ലേ ഞാൻ സംസാരിക്കട്ടെ. താങ്കൾ ഇപ്പോൾ ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാ, താങ്കളെ തീരുമാനിച്ചിരുന്നില്ല താങ്കൾ പറഞ്ഞുകൊണ്ടാ ഞാൻ പറഞ്ഞത്. വീണ്ടും ഞാൻ എങ്ങനെയാ ഒരു MLA ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്? പറഞ്ഞാൽ പോരല്ലോ, നിങ്ങളുടെ സഹപ്രവർത്തകരല്ലേ പുറത്ത് പറഞ്ഞിട്ടുള്ള ആയിട്ടുണ്ടെന്ന് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തില്ലേ? ഏതായാലും പോട്ടെ, അത് വിടാം. നമുക്ക് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, നമുക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്? ഏത് വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം? എവിടെയാ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള മുട്ടിൽ മരമുറിയെക്കുറിച്ച് ചർച്ച ചെയ്യണോ? നമുക്ക് ചർച്ച ചെയ്യാം. രാമനാട്ടുകരയിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണോ? അതിൽ ബന്ധപ്പെട്ടിരുന്ന പിന്നെ ആയങ്കിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. കുഴൽപ്പണം എവിടെയാണ്? ആ കുഴൽപ്പണത്തിൽ ആരൊക്കെയാണ് പങ്കാളിയായിട്ടുള്ളത്? ആ കേസ് എങ്ങനെ ഒട്ടുതീർപ്പായത്? അതിനെ സംബന്ധിച്ച് നിയമസഭയിൽ ചർച്ച വന്നപ്പോൾ എന്താ മുഖ്യമന്ത്രി പറഞ്ഞതെന്നറിയാമോ? ഇന്ന് സാക്ഷി സ്ഥാനത്തുള്ളയാൾ നാളെ പ്രതിസ്ഥാനത്തേക്കാകാൻ കൂടുതൽ സമയം വേണ്ടി വരില്ല എന്നാ പറഞ്ഞത്. എന്നിട്ട് ആ കേസ് എന്തായി? രാമനാട്ടുകരയിലെ സ്വർണ്ണക്കടത്ത് കേസ് എന്തായി? ഈ പറയുന്ന തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടുവന്നിട്ടുള്ള BJPയുടെ കുഴൽപ്പണ കേസ് എന്തായി? നിങ്ങൾക്ക് മറുപടിയില്ല. നിങ്ങളുടെ മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണോ? നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ ലോകായുക്തയുടെ ചിറകറിഞ്ഞതിനെ കുറിച്ച് ചർച്ച ചെയ്യണോ? നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ സർവകലാശാലയിലെ രാഷ്ട്രീയമായ ഇടപെടലിനെ കുറിച്ച് ചർച്ച ചെയ്യണോ? അത് ചർച്ച ചെയ്യാം. ഓർഡിനൻസ് ഇറക്കുമ്പോൾ ലോകായുക്തയ്ക്ക് വേണ്ടി ഓർഡിനൻസ് ഇറക്കിയതിനെ കുറിച്ച് ചർച്ച ചെയ്യണോ? അത് ചർച്ച ചെയ്യാം. നമ്മുടെ ഗവർണർ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയമായ ഇടപെടലിനെ കുറിച്ച് ചർച്ച ചെയ്യണോ? അദ്ദേഹം നിർബന്ധം പിടിച്ച് നയപ്രഖ്യാപന പ്രസംഗത്തിന് മുമ്പ് നിങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥനെ ചേഞ്ച് ചെയ്തതിനെ കുറിച്ച്, സ്ഥാനം മാറ്റിയതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണോ? അത് ചർച്ച ചെയ്യാം. രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണോ? അത് നമുക്ക് ചർച്ച ചെയ്യാം. അതിനപ്പുറത്തേക്ക് KSRTCയുടെ പതനത്തെക്കുറിച്ച് ചർച്ച ചെയ്യണോ? അത് ചർച്ച ചെയ്യാം. KSEBയിലെ സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യണോ? അത് ചർച്ച ചെയ്യാം. ഇപ്പോൾ കേരളയിലെ കുറിച്ച് ചർച്ച ചെയ്യണോ? അതും ചർച്ച ചെയ്യാം. ഇതൊക്കെ ചർച്ച ചെയ്താൽ ഇതിൻ്റെയൊക്കെ ഏറ്റവും നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അത് LDF സർക്കാരിനെതിരായിരിക്കും എന്ന കാര്യത്തിൽ താങ്കൾക്ക് ഒരു തർക്കവും വേണ്ട. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു കുറ്റിയിടാൻ ഒരു കേരളയിൽ ഉദ്യോഗസ്ഥൻ പോകാത്തത്. എന്തേ പോകുന്നില്ല? അവർ ലീവ് എടുത്തോ? എന്തേ പോലീസ് പോകുന്നില്ല? എന്തേ പ്രതിഷേധക്കാരുടെ നാഭിക്ക് ചവിട്ടാൻ പോകുന്നില്ല? എന്തേ അവരെ വലിച്ചിഴക്കാൻ പോകുന്നില്ല? അപ്പോൾ നിങ്ങൾക്കറിയാം, കേരളയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്താൽ അത് LDFന് വാട്ടർലൂ ആകും എന്നറിയാവുന്നത് കൊണ്ടാണ് പി രാജുവിനെ പോലുള്ളവർ ഇപ്പോഴും എറണാകുളത്ത് ഇങ്ങനെ നടന്ന് ചുറ്റിക്കളിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തയ്യാറാകും, ഞങ്ങൾ തയ്യാറാ. അജണ്ട തീരുമാനിക്കുന്നത് പ്രതിപക്ഷമല്ലോ. നിങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ തയ്യാർ. ഏത് അജണ്ടയ്ക്കും ഞങ്ങൾ തയ്യാർ. ഇനി 23 ദിവസമേ ഉള്ളൂ. 23 ദിവസം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ളൂ. ഇപ്പൊ അങ്ങീ പറഞ്ഞ കാര്യങ്ങൾ ഓരോ വിഷയം ഓരോ ദിവസം ചർച്ച ചെയ്താൽ പോലും തികയാത്ത വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും PC ജോർജിനെ വിടൂ, ഇനിയെങ്കിലും ഈ DC ഹോസ്പിറ്റലിന്റെ ബാക്ക്ഡ്രോപ്പ് വിടൂ, രാഷ്ട്രീയ ചർച്ചയിലെ കാര്യങ്ങൾ പോകട്ടെ. ശ്രീ വി രാജേഷ് അല്പസമയം തുടങ്ങി, ഞാൻ ഇപ്പോൾ എത്താം. ശരി അരുൺകുമാർ, ഞാൻ ലാൽകുമാറിലേക്ക് എത്താം. ശ്രീ അരുൺകുമാർ, നേരത്തെ വി രാജേഷ് ചോദിച്ചില്ല, നിങ്ങൾ ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഇന്ധന വില വർധനവിനെതിരെ തൃക്കാക്കരയിലെ വോട്ടർമാരോട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ പോകുമ്പോഴുണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്കും അധികമായി പണം കിട്ടുന്നുണ്ടല്ലോ, ഒരൊറ്റ രൂപ കുറയ്ക്കാൻ നിങ്ങൾ തയ്യാറായോ എന്ന് ചോദിക്കില്ലേ? മറുപടി എന്താകും? മിസ്റ്റർ വി രാജേഷ്, നിങ്ങൾ കുറച്ച് നേരമായി എന്നോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. ഇതിന് മറുപടി പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടല്ല. ഇത് രണ്ടാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് ഒന്ന്, അതുപോലെ പാചകവാതകത്തിൻ്റെ വില ഒന്ന്, അതുപോലെ മണ്ണെണ്ണയുടെ വില മൂന്നാമത്തെ കാര്യം. പെട്രോളും ഡീസലിൻ്റെ വില വർധനവ് നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 2014 പെട്രോളിൻ്റെ വില 64 രൂപയായിരുന്നു, ഡീസലിൻ്റെ 44 രൂപയായിരുന്നു. പെട്രോളും ഡീസലും തമ്മിൽ 20 രൂപയുടെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ രണ്ട് വിലയും 50 രൂപയിൽ താഴെ പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നേ. ഇപ്പോൾ 7.5 വർഷം കൊണ്ട് നിങ്ങൾ പെട്രോളിൻ്റെ വില 120 മാറ്റി, ഡീസലിൻ്റെ 110 3 ഇരട്ടിയോളമായി വർദ്ധിപ്പിച്ചു. ഇവിടെ 2006 മുതൽ 2011 വരെ LDF കേരളം ഭരിച്ചു. സംസ്ഥാന നികുതി 1% പോലും കേരള ഗവൺമെന്റ് വർദ്ധിപ്പിച്ചില്ല. 2016 മുതൽ 2021 വരെ സഖാവ് പിണറായി വിജയൻ ഭരിച്ചു. സംസ്ഥാനത്തിന്റെ നികുതി 1% പോലും വർദ്ധിപ്പിച്ചില്ല, 1% കുറയ്ക്കുകയാണ് ചെയ്തത്. ഈ ഭീമമായ നികുതിയുടെ ഒരു മേജർ ഷെയർ സംസ്ഥാനത്ത് കിട്ടുന്നുണ്ടോ ശരൺകുമാർ? അതെ, ഞാൻ സൂചിപ്പിച്ചത് 1% പോയിന്റ് പോലും വർദ്ധിപ്പിക്കാത്ത 11 വർഷമാണ് LDFന്റെ ഭരണം കടന്നുപോയത്. ആ കൂട്ടാത്ത നികുതി ഞങ്ങൾക്ക് എങ്ങനെ കുറയ്ക്കാൻ കഴിയും?
ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇവിടെ അവിടെ ഞാൻ കൂട്ടുന്നതിന്റെ അതിലേക്ക് വരാം. ഈ പാപത്തിന്റെ പങ്ക് സംസ്ഥാന സർക്കാരിന് കൃത്യമായി കിട്ടുന്നുണ്ടോ ശ്രീ അരുൺകുമാർ? അതിലൊരു ഒരൊറ്റ രൂപ കുറച്ച് ചരിത്രം നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ സംസ്ഥാനത്ത്. ഒരൊറ്റ രൂപ കുറച്ചാൽ അത്രയും സമാധാനം ഈ ജനങ്ങൾക്കാവില്ലേ? അത് ചെയ്യില്ല. അത് ചെയ്യില്ല. അല്ല, അതിലൊരു പ്രശ്നം, ഇവിടെ പങ്കുവെക്കാവുന്ന നികുതിയും പങ്കുവെക്കേണ്ടതില്ലാത്ത നികുതിയുമുണ്ട് കേന്ദ്ര നികുതിയിൽ. ഇവിടെ NDA അധികാരത്തിൽ വരുമ്പോൾ പങ്കുവെക്കേണ്ട നികുതി 9.26 ആയിരുന്നു. ആ 9 രൂപ 26 പൈസയിൽ നിന്ന് 1 രൂപ 40 പൈസയായി കുറഞ്ഞു. അതിന്റെ 40% സംസ്ഥാനത്തിന് കിട്ടുന്നത്. അതുപോലെ പങ്കുവെക്കേണ്ടതില്ലാത്ത നികുതി 8 രൂപ 24 പൈസയിൽ നിന്ന് 32.90 മാറ്റി. ഇവിടെ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള വരുമാന മാർഗങ്ങളിൽ ഒന്നായിട്ടുള്ള പെട്രോൾ നമുക്കറിയാം. പക്ഷെ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം കുറയ്ക്കേണ്ട ഏതെങ്കിലും തരത്തിൽ കുറച്ചിട്ടുണ്ടോ? ഇപ്പൊ കോവിഡ് കാലത്ത് പല സംസ്ഥാനങ്ങളും കോവിഡ് നികുതി പെട്രോളിൽ ഉൾപ്പെടുത്തി. ഉത്തർപ്രദേശ് അടക്കം അത്തരം സംസ്ഥാനങ്ങളാണ് കുറച്ചത്. അതുകൊണ്ട് കൂട്ടാത്ത നികുതി ഞങ്ങൾ എങ്ങനെ കുറയ്ക്കുമെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞതിൽ ഒരു പ്രശ്നമില്ല. കിട്ടുന്ന അധിക വിഹിതത്തിന്റെ ഒരു ചെറിയ ശതമാനം കുറയ്ക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ധനമന്ത്രി നേരിട്ട് പറയുകയാണ്. അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 11 വർഷം ഭരിക്കുമ്പോഴും കൂട്ടിയിട്ടില്ല, അതുകൊണ്ട് കുറയ്ക്കില്ലെന്ന് കൃത്യമായി പറഞ്ഞല്ലോ. പക്ഷേ പാചകവാതകത്തിന്റെ വിലയിൽ എന്താണ്? ഇവർ അധികാരത്തിൽ വരുമ്പോൾ 450 രൂപയുള്ളൂ. ഇപ്പോൾ അതാണ് 1100 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. 1006 രൂപ വേണം. പിന്നെ ഡീലർ കമ്മീഷൻ വരുമ്പോഴേക്കും 1050, 1100 വരികയാണ്. 3 ഇരട്ടിയായി മാറുകയാണ്. അവിടെ GST ഒന്നും പറയാൻ പറ്റില്ല. കാരണം GST ഉണ്ട്. 23.5 രൂപ സംസ്ഥാനത്തിന്, 23.5 കേന്ദ്രത്തിന്. എന്ത് ന്യായം പറയാൻ പറ്റും ഇവർക്ക്? മണ്ണെണ്ണ ഈ കൃത്യമായി ഈ 2 വർഷത്തിനുള്ളിൽ 68 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 18 രൂപയിൽ നിന്നാണ് വന്ന് ഇപ്പോൾ 86 ആയിട്ട് നിൽക്കുന്നത്. രാജേഷ് മാത്രമല്ല, കേരളം ഒന്നാകെ ചോദിക്കുന്നത് ശ്രീ അരുൺകുമാർ, ഈ പറയുന്ന വിഹിതത്തിന്റെ നല്ലൊരു ശതമാനം സംസ്ഥാനത്തിന് കിട്ടുന്നുണ്ട്. 2 രൂപയെങ്കിലും കുറച്ചു കൊടുത്താൽ അത്രയും സമാധാനം ജനങ്ങളിലേക്ക് എത്തും. അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാവാതെ ഈ പറയുന്ന കേന്ദ്രത്തെ മാറ്റം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ആത്മാർത്ഥ തൃക്കാക്കരയിലെ ജനം വോട്ടർ സംശയിക്കില്ലേ അരുൺകുമാർ? അല്ല, ഒരു സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ മദ്യത്തിന്റെ വരുമാനം, അതുപോലെ പെട്രോളിന്റെ വരുമാനം, അതുപോലെ രജിസ്ട്രേഷൻ, ഈ 3 ഇനമാണല്ലോ സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ള വരുമാനം. ഈ ദുരന്ത കാലഘട്ടം, പ്രളയവും അതുപോലെ കോവിഡിലൂടെ കടന്നു പോകുമ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വരുമാനം ഞങ്ങൾ കൂട്ടിയിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ 11 വർഷമായി കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ തവണ UDF 3 തവണ കുറച്ചു എന്ന് ഇവിടെ ആധികാരികമായി ചിലർ പറയും. പക്ഷെ 13 തവണ കൂട്ടിയിട്ടാണ് അവർ 3 തവണ കുറച്ചത്. ഞങ്ങൾ കൂട്ടിയിട്ടില്ല. ശരി, ഞാൻ അല്പസമയം തുടരും. ശ്രീ N. ലാൽകുമാർ, ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിലെ ഈ പറഞ്ഞ സഭാ വിഷയത്തിൽ നിന്ന് യഥാർത്ഥ വിഷയത്തിലേക്ക് വന്നതുപോലെ തൃക്കാക്കരയും വരുന്ന 23 ദിവസങ്ങൾ യഥാർത്ഥ വിഷയങ്ങളുടെ ട്രാക്കിലേക്ക് എത്തുകയാണോ ശ്രീ ലാൽകുമാർ? അല്ല, തൃക്കാക്കരയിലെ ഈ രാഷ്ട്രീയം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം മാറി വികസനത്തിലേക്ക് വന്നേ കഴിയൂ. കാര്യം അങ്ങനെ വരാതെ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യുക? ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും അല്ല ഇപ്പം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊന്നും. സത്യത്തേതാണ്. ഇപ്പം പാചകവാതകവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം BJPയുടെ പ്രതിനിധിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടി പോലുമില്ല. അതിന് അദ്ദേഹം ചോദിച്ച ഒരു മറുചോദ്യമാണ്. സെൻട്രൽ ഗവൺമെൻറ് റൂൾ ചെയ്യുന്ന ഒരു രാജ്യത്ത്, ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റാണ് വളരെ ഹൈ പവറിൽ നിൽക്കുന്നത്. അങ്ങനെ സെൻട്രൽ റൂൾ ചെയ്യുന്ന ഫെഡറൽ സ്ട്രക്ചർ കോസി ഫെഡറൽ പോലുമാണ്, ഫെഡറൽ എന്ന് പറയാൻ പറ്റില്ല. GST വീതം എത്രമാത്രം സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുന്നുണ്ട്? കൃത്യമായി കൊടുക്കുന്നുണ്ടോ? കോമ്പൻസേഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോ? ഇതൊന്നും കൊടുക്കുന്നില്ല. ഈ അധിക വരുമാനം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് എവിടുന്ന് വരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ സംസ്ഥാനത്തിന് റവന്യൂ ജനറേഷൻ പ്രോസസ്സ് വളരെ കുറവാണ്. അത് ഏത് സംസ്ഥാനമാണെങ്കിലും, പ്രത്യേകിച്ച് കേരളം പോലെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ കിട്ടുന്ന വരുമാനത്തിലെ ഒരു വീതം കൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന ആ സതുദ്ദേശത്തോട് യോജിപ്പാണ്. പക്ഷേ നമ്മുടെ മാക്രോ എക്കണോമിക് സ്ട്രക്ചർ തകർന്നു പോകും. അതാണ് ഇവിടുത്തെ പ്രശ്നം. കാര്യം നമുക്കത് ആ കടവാവും, അതിന് മേളിൽ കടവാവും, അത് വലിയ ശല്യമാവും. അത് ഒരല്പം എക്കണോമിക്സ് അറിയാൻ ആരോടെങ്കിലും ചോദിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ ക്രിയാത്മകമായി ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമോ? കഴിയും. കാര്യം നമ്മുടെ കേന്ദ്രത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹമാണ് പെട്രോൾ ഡീറെഗുലൈസ് ചെയ്തത്. സത്യത്തിൽ അദ്ദേഹം ഡീസൽ ഡീറെഗുലൈസ് ചെയ്തിരുന്നില്ല. അവരൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ഡീറെഗുലേഷൻ നടത്തിയത് BJP വന്ന ശേഷമാണ്. ഇത് ദിനം പ്രതി ഇത് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ആഗോളതലത്തിൽ ഈ ക്രൂഡിൻ്റെ വില കുറയുമ്പോൾ ഇവിടെ കൂടുന്നു. എന്നിട്ട് നമുക്ക് മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് നൽകുന്നു. ഈ നിങ്ങൾ കൂട്ടിയവരങ്ങ് കുറച്ചാൽ പോരെ എന്നുള്ള സാധാരണഗതിയിലുള്ള ഒരു ചോദ്യത്തിന് മറുപടി ഇത്രയും കോംപ്ലിക്കേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ നിരീക്ഷകർക്ക് കുറ്റമായി, വലിയ പ്രശ്നമായി. പിന്നെ രാജേഷ് ഇവിടെ പറഞ്ഞ വേറൊരു വിഷയം, ഈ തൃക്കാക്കരയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നു ഒന്നും കേൾക്കാൻ പോകുന്നില്ല, ഞാൻ പറഞ്ഞത് എല്ലാം തെറ്റാണ്, ത്രികോണം ഇല്ല എന്നുള്ള നിരീക്ഷകരുടെ വാദം
നിരീക്ഷകർ അങ്ങനെയൊക്കെ പലതും പറയുമെന്നാണ് പറഞ്ഞത്. താങ്കളുടെ ആ നിരീക്ഷകർ കോട്ടിലിട്ടുകൊണ്ട് ഞാൻ സമ്മതിച്ചു. BJP അടുത്ത പ്രാവശ്യം ഈ പ്രാവശ്യം AN രാധാകൃഷ്ണൻ അവിടെ 25,000 വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമോ? നിങ്ങൾ ജയിക്കത്തില്ല. ഇത് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ നിയമത്ത് ത്രികോണം നടന്നിട്ടില്ല, അല്ലെങ്കിൽ അരുവിക്കര നിങ്ങൾ നല്ലപോലെ രാജേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത് തൃക്കാക്കരയിൽ നിങ്ങൾ പിക്ചറിൽ പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ്. പിന്നെ നിങ്ങൾ വന്നിരുന്ന് അതാണ് ഇതാണ് ഞങ്ങൾ ഇപ്പം മലത്തിക്കളയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ സുഖം ഉണ്ടാവും. BJP പ്രവർത്തകരൊക്കെ എഴുന്നേറ്റ് നിന്ന് വലിയ മുദ്രാവാക്യം ചിലപ്പോൾ വിളിക്കുമായിരിക്കാം. പക്ഷേ പൊതുജനത്തിന് സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം BJP പിക്ചറിൽ പോലും ഇല്ല. BJP എന്താണ് അവിടെ നടത്താൻ പോകുന്നത് എനിക്കറിയില്ല. ഞാനങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനിവിടെ കുറച്ച് നേരമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ടാണല്ലോ. ഞാൻ 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. പിന്നെ എനിക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അടിസ്ഥാനപരമായി താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വികസനം ചർച്ച ചെയ്യപ്പെടണം. വികസന മാതൃകയിൽ വ്യത്യാസമുണ്ടായി. ഇപ്പോൾ ജ്യോതികുമാറിന് ഈ പറയുന്ന LDF കൊണ്ടിരുന്ന ഒരു മാതൃകയോട് ചിലപ്പം എതിർപ്പുണ്ടാകാം. അതിനെ ഉയർത്തിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ രാജേഷിന് അങ്ങനെ ഒരു മാതൃകയെക്കുറിച്ചുള്ള സംസാരത്തേക്ക് അങ്ങനെ ഒരു സംസാരം പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ഇതല്ലാതെ നമുക്ക് ഈ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് കാണുന്ന ഒരു പ്രയോജനപ്രദമായ ഒരു രീതിയിലേക്ക് കാര്യം ഉരുത്തിരിഞ്ഞു വന്നോ എന്നുള്ള ഒരു തോന്നലില്ല. പിന്നെ ഹാഷ്മിയോടുള്ള എനിക്കൊരു പ്രതിഷേധം ഈ ചർച്ചയിനകത്ത്. ഒന്നാമത്തെ കാര്യം, താങ്കൾ എന്നെ വിളിച്ചപ്പം മറ്റ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരാളെ വിളിക്കാൻ പറ്റും. താങ്കൾ എപ്പോഴും അത് ചെയ്യുന്നതാണ്. ഇന്ന് വിളിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാനൊരു ഇതായിട്ട് വെക്കുന്നു. പിന്നെ അരുൺകുമാറുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരു പേഴ്സണൽ പരാമർശം നടത്തി അത് ഒരു സഹ പാനലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കാര്യം എനിക്ക് അപ്പുറത്തൊരാൾ അംഗീകരിക്കണം എന്നൊന്നുമില്ല. കാര്യം വളരെ പേഴ്സണൽ ആയിട്ടൊരു റിമാർക്ക് അദ്ദേഹം നാട്ടുകാരോടെല്ലാം പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞു എന്ന് പറയുന്നത് അത് താങ്കൾ അത് ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിമർശനം. അതാണ് അങ്ങനെ ആയിരുന്നില്ല അതിനെ ചെയ്യേണ്ടത്. അരുൺകുമാറിനെ പറ്റി അവാസ്തവമായ ഒരു കാര്യം ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞാൽ അതിന് മറുപടി അരുൺകുമാർ ഉണ്ടല്ലോ. വ്യക്തിപരമല്ലേ മറുപടി പറയേണ്ടത്? അരുൺകുമാർ അല്ല അരുൺകുമാർ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് എനിക്ക് സംസാരിച്ചു കൂടാന്നല്ലോ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അരുൺകുമാറിനുള്ള മറുപടി അരുൺകുമാർ പറയാൻ അറിയാം. അത് ഞാൻ പറയാന്നാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയാ. ഹാഷ്മിയൻ കേട്ടാ മതി. അത് ഞാൻ പറയാ. അരുൺകുമാറിനുള്ള മറുപടി അരുൺകുമാർ പറഞ്ഞല്ലോ. ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത് അരുൺകുമാറിനുള്ള മറുപടി അരുൺകുമാർ പറഞ്ഞല്ലോ. അപ്പൊ അത്ര രോഷത്തോടു കൂടി ലാൽകുമാർ പറയണോ എന്നുള്ള കാര്യം ലാൽകുമാറും ആലോചിക്കും. ലാൽകുമാറും ആലോചിച്ചാൽ മതി കേട്ടോ. NK ഷാജഹാൻ, ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള ചോയ്സ് ഒന്ന് LDF ആണോ, ഒന്ന് UDF ആണോ, ഒന്ന് BJP ആണ്, അല്ല നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കൽ ആണെന്നുള്ളതാണ്. വോട്ട് ചെയ്യാതിരിക്കൽ ജനാധിപത്യം ശരിയല്ല. ഈ 3 സ്ഥാനാർത്ഥികളിൽ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയ ഒരു മുന്നണി ഏതായിട്ടാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ, ശ്രീ ഷാജഹാൻ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആർക്കാണ് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വോട്ടുകളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ വരുന്ന ഞായറാഴ്ച ഞങ്ങളുടെ ദേശീയ നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ എത്തുന്നതോടുകൂടിയാണ് പ്രഖ്യാപിക്കുകയുണ്ടാവുക. അതുവരെ അത്തരം കാര്യങ്ങളിൽ നമ്മളോട് നിലപാടുകളൊന്നും വ്യക്തമാക്കിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കതിപ്പോൾ പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അല്ല, എൻ്റെ ചോദ്യം നിങ്ങളുടെ തോന്നലിനെ കുറിച്ചാണ്, നിങ്ങളുടെ തീരുമാനത്തിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഈ പറഞ്ഞ കേരളയിലടക്കം ആം ആദ്മി പാർട്ടിക്ക് കേരളയിലുള്ള നിലപാട് എന്താണ് കേരളത്തിൽ? കേരളയിലെ വിഷയത്തിലൊക്കെ ഇപ്പോൾ ഞാൻ ഇത്രയും നേരം ചർച്ച കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ബഹുമാനപ്പെട്ട അരുൺകുമാർ ഇവിടെ പറയുകയുണ്ടായി വികസനമാണ് ചർച്ച ചെയ്യപ്പെടുക എന്ന്. ബഹുമാനപ്പെട്ട ജ്യോതി ചാമക്കാല പറയുന്നു വികസനത്തെ ചോദ്യം ചെയ്യലാണ് ഉണ്ടാവുക എന്ന്. ഇത് രണ്ടും ഇപ്പോൾ തൃക്കാക്കരയിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ഏതാണ്ട് വ്യക്തമായി. ഒരിടത്ത് നമുക്ക് പറയാൻ പോകുന്നത് സഹതാപ തരമം കൊണ്ടുള്ള വോട്ടാണെങ്കിൽ മറുഭാഗത്ത് വേറെ തരത്തിലുള്ള ഒരു ധ്രുവീകരണ വോട്ടിൻ്റെ ഭാഗത്തിലേക്കാണ് അത് മാറുന്നത്. ഇത് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത്. 2 പാർട്ടികളുടെയും അല്ലെങ്കിൽ 2 മുന്നണികളുടെയും ഭാരവാഹികളോ അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട വേണമെന്നാണോ വേണ്ട എന്നാണോ ശ്രീ ഷാജഹാൻ? കേരളയിലെ നിലപാട് നിലവിലുള്ള കേരളയിൽ വേണ്ട എന്നുള്ള നിലപാടിലല്ല നമ്മൾ പറഞ്ഞത്. കേരളയിൽ നിലവിൽ വന്നിരിക്കുന്ന ആ സിസ്റ്റം സംവിധാനങ്ങൾ ശരിയല്ല, സർക്കാരിന് ഇത്രയും കടബാധ്യത ഉണ്ടാക്കുന്ന, ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന ഒരു പദ്ധതി ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അരുൺകുമാറിനോട് പറയുകയുണ്ടായി തൃക്കാക്കരയിൽ വളരെ അത്ഭുതകരമായ രീതിയിലുള്ള ഒരു കേരളയിലെ സ്റ്റേഷനിൽ വരുമെന്ന് പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടുന്ന കുറ്റികൾ ഇട്ടിട്ട് വേണമായിരുന്നു തൃക്കാക്കരയിൽ മത്സരത്തിന് ഇറങ്ങിത്തിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ അത് വികസനം എന്ന് പറയുമ്പോൾ ജനം എത്രമാത്രം സ്വീകരിക്കുമെന്ന് അറിയാമായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നവരുടെ കുറ്റി ഉറപ്പിക്കൽ നിർത്തിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വികസനം ഇടതുപക്ഷത്തിന് വേണ്ടി തന്നെ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ തൃക്കാക്കരയിലെ വോട്ട് കേരളയിൽ വിരുദ്ധ വോട്ടായിരിക്കും. അല്ല, കേരളയിൽ വിരുദ്ധ വോട്ടാകുമോ അപ്പോൾ ആം ആദ്മിയുടെ തൃക്കാക്കരയിലെ വോട്ട്?
അതിപ്പോൾ പറയാനാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കൃത്യമായ പാർട്ടിയുടെ നിലപാടനുസരിച്ച് നമുക്കത് പറയാൻ കഴിയൂ. ബഹുമാനപ്പെട്ട ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് അതിൽ വരേണ്ടതുണ്ട്. ഇന്ന് രാവിലെ വരെ ഉണ്ടാകുന്ന ചർച്ചകൾ മുഴുവൻ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടായിരുന്നതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ചർച്ചകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ദീർഘനേരം ചർച്ച നടത്തുകയും ചെയ്തു, സ്ഥാനാർത്ഥി നിർത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഞാൻ എത്താം ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിലേക്കും ശ്രീ അരുൺകുമാറിലേക്കുമാണ്. വളരെ പെട്ടെന്ന് ശ്രീ ചാമക്കാല, അരവിന്ദ് കെജ്രിവാൾ കേരളത്തിൽ വരുന്ന 15-ാം തീയതി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് എത്തും. ഉറപ്പായും ഡൽഹി മുഖ്യമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കാണാതിരിക്കില്ലല്ലോ. അവർ തമ്മിൽ ഒരു ചർച്ച നടക്കുകയും ഉറപ്പായും ദേശീയ രാഷ്ട്രീയം ചർച്ചയാവുകയും ദേശീയ മേഖലയിലെ വിശാലൈക്യത്തെക്കുറിച്ച് ചർച്ചയൊക്കെ ഉണ്ടാവുകയും ഒരു വാർത്താ സമ്മേളനം ഒക്കെ ഉണ്ടാവുകയും ചെയ്താൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താകും ശ്രീ ജ്യോതികുമാർ? നമുക്ക് ആലോചിച്ചിട്ടുണ്ടോ അത്? അതൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. ഇവിടെ ദേശീയ തലത്തിൽ ഒരു ബദൽ BJPക്ക് ഒരു ബദലുണ്ടാകുമ്പോൾ അതിനകത്ത് കോൺഗ്രസിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ ഒരു മാധ്യമപ്രവർത്തനമായ താങ്കൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവിൻ്റെ വിശദീകരണങ്ങൾ എത്രത്തോളം തൃപ്തികരമാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് വിരുദ്ധാഭിപ്രായം ഉണ്ടാകും. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ 2020 പ്രവർത്തകരും സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായി, സംസ്ഥാന സർക്കാരിനെതിരായി വോട്ട് ചെയ്യും. അത് UDFന് അനുകൂലമാവും. മതേതര ശക്തികളുടെ ഏകീകരണത്തിന് അത് കാരണമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഞാൻ ആരെയും പ്രകോപിപ്പിക്കാനോ അസ്വസ്ഥയുണ്ടാക്കാനോ പറയുന്നതല്ല. നോക്കൂ ഹാഷ്മി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എത്ര ശരിയായിരുന്നു എന്നിപ്പോൾ വന്നില്ലേ. ഇവിടെ 2 പാനലിസ്റ്റുകൾ വന്നതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു. അപ്പോൾ അരുൺകുമാർ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് പാർട്ടിക്ക് തൃപ്തികരമല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മുടെ ലാൽകുമാർ കൂടുതൽ സംസാരിക്കുന്നത്. അതിനെയാണല്ലോ താങ്കൾ തടസ്സപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയല്ലേ? ഏതായാലും അത് അതിൻ്റെ വഴിക്ക് തീരട്ടെ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടും മണ്ണെണ്ണയുടെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പാചകവാതത്തിൻ്റെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇവിടെ BJPയുടെയും CPMൻ്റെയും നേതാക്കന്മാർ സംസാരിച്ചു. നോക്കൂ, ഇവിടെ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വിലവർദ്ധനവ് വരുമ്പോൾ ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അവരവരുടെ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന നികുതി വരുമാനത്തിൽ ആ കൂട്ടിയ വിലയുടെ നികുതി വേണ്ട എന്ന് തീരുമാനിച്ചു. കേരളത്തിൽ മുമ്പ് നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുക നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് നടപ്പിലാക്കില്ല. ഞങ്ങൾക്ക് പോരുന്നത് ഞങ്ങൾക്കും ഇങ്ങി പോരട്ടെ, ജനങ്ങളിൽ നിന്നുള്ള കറവപ്പശുവായി കണ്ടുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നത് ഞങ്ങൾക്കും ഇങ്ങി കിട്ടിക്കോട്ടെ എന്ന നിലപാടാണ് പെട്രോളിയം പ്രോഡക്ട്സ്, ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതിന് ഉപോത്ബലകമായിട്ടുള്ള വർധനമാണ് കേന്ദ്ര സർക്കാർ നിരന്തരമായി വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 2 പ്രോഡക്ട്സിൻ്റെയും വില 100 രൂപയിലധികമായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. മറുഭാഗത്ത് പാചകവാതവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ വിലയെക്കുറിച്ച് ചോദിച്ചു. ചരിത്രത്തിൽ ആദ്യമായി 1000 കടന്നിരിക്കുന്നു. അതും പാചകവാതകത്തിന് 1000 പാചകേതര വാതകങ്ങൾ, അതായത് നമ്മുടെ നോൺ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വില വർദ്ധിച്ചപ്പോൾ നോൺ ഡൊമസ്റ്റിക്കിൻ്റെ 19 kg സിലിണ്ടറിൻ്റെ വില 2300 കൂടുതൽ രൂപയാണ്. ഡൊമസ്റ്റിക്കിൻ്റേത് 14.2 കിലോയുള്ള ഒരു സിലിണ്ടറിൻ്റെ വില ഇന്ന് 1060 രൂപയിലധികമായിട്ടുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വി രാജേഷ് ഇത് പറഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞ 2 വർഷമായി സബ്സിഡി കൊടുക്കുന്നില്ല. താങ്കൾക്കറിയാമോ? എത്ര കൊട്ടിഘോഷിച്ചാണ് മോദിയുടെ പടമൊക്കെ വെച്ച് എല്ലാ പെട്രോൾ പമ്പുകളിലുമൊക്കെ വലിയ ഛായാചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ സബ്സിഡി ഉപേക്ഷിക്കൂ, വരേണ്യവർഗം സബ്സിഡി ഉപേക്ഷിച്ച് കൊടുക്കൂ, പാവങ്ങൾക്ക് പകരം കൊടുക്കട്ടെ, ഞങ്ങൾ ഗ്യാസ് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ 2 വർഷമായി ആർക്കും സബ്സിഡി കൊടുക്കുന്നില്ല. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല, ആരും സംസാരിക്കുന്ന പോലുമില്ല. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് ആ സബ്സിഡി കൊടുക്കാതെ ഇരിക്കട്ടെ, സമ്മതിക്കുന്നു, കൊടുക്കണ്ട, പക്ഷേ നിങ്ങൾ വിലയെങ്കിലും കൂട്ടാതിരിക്കണ്ടേ. അപ്പോൾ ആ ഭാഗത്ത് വില കൂട്ടുന്നു. അതിനും സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനത്തിൽ ഒരു കുറവും അവർ വരുത്തുന്നില്ല. മണ്ണെണ്ണയെ സംബന്ധിച്ച്, മണ്ണെണ്ണ സാധാരണക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണ്. അതിൻ്റെ വില കൂട്ടുന്നതിന് യാതൊരു മാന്യതയുമുണ്ടോ? ഒരു മാന്യതയുമില്ലാതെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പങ്ക് പറ്റുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരും ഒട്ടും പിറകിലല്ല. അപ്പോൾ ഇത് അയാറാം ഗേറാം പൊളിറ്റിക്സിനപ്പുറത്തേക്ക് ഇത് കൊടുക്കൽ വാങ്ങൽ പൊളിറ്റിക്സായി കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകൾ മാറുമ്പോൾ ഇത്തരത്തിൽ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വിലവർദ്ധന, അതായത് ഏതിൻ്റെ ആയാലും അതിൻ്റെ ബെനിഫിഷ്യറീസ് സംസ്ഥാന സർക്കാർ കൂടിയാകുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇതിൻ്റെ 1 രൂപയുടെ വിട്ടുവീഴ്ച പോലും ചെയ്യാൻ കേരളത്തിലെ LDF സർക്കാരോ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കേന്ദ്ര സർക്കാരോ തയ്യാറാകുന്നില്ല. പിന്നെ ഇവരൊക്കെ പറയുന്ന കാര്യം ഇപ്പോൾ ലാൽകുമാറും ഭംഗ്യന്തരാണ് സൂചിപ്പിച്ചു പോയി. ഇതിൻ്റെ എന്താ പറയുന്നത്, ഡീറെഗുലേറ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തത് UPയുടെ സർക്കാരിൻ്റെ കാലത്താണ്. അങ്ങനെ ഡീറെഗുലേറ്റ് ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലയ്ക്ക് ആനുപാതികമായി വിലവർദ്ധനവോ വിലക്കുറവോ ഉണ്ടാകാതെ പോയത്? അപ്പോൾ ഇപ്പോഴും സംസ്ഥാനത്തെ ഈ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വില നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് നിയന്ത്രണമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിയന്ത്രണം കേന്ദ്ര സർക്കാർ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നല്ലോ ഈ കഴിഞ്ഞ ഈ ഇലക്ഷൻ മാത്രമല്ല ചാമക്കാല, എല്ലാ ഇലക്ഷനും കൃത്യമായി നോക്കും, കൃത്യ കാലയളവിൽ ഞാൻ ഇടപെടുന്നു ചാമക്കാല. എല്ലാ ഇലക്ഷനും കൃത്യമായി അത്തരത്തിൽ വോട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിൽക്കും, അതിനുശേഷം വീണ്ടും തുടങ്ങും. എത്രയാണ് ഇപ്പോൾ കണ്ടത്? പറയാൻ ഉദ്ദേശിച്ചത്
പറഞ്ഞു പൂർത്തിയാക്കി ചാമക്കാല. സംസ്ഥാന സർക്കാരിൻ്റെയും CPM-ൻ്റെയും ഞങ്ങൾ ഡീറെഗുലേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയേറെ വില ഉണ്ടായത് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ന്യായഗതിയല്ല, വാദഗതിയല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ അത്രയും പറഞ്ഞത്. ശ്രീ കെ എസ് അരുൺകുമാർ, തൃക്കാക്കരയും കേരളയും തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ EP ജയരാജൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു പിന്മാറ്റം? തൃക്കാക്കരയിലേത് കേരളിന് വേണ്ടിയുള്ള ഹിതപരിശോധനയാണ് എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോക്കുണ്ടോ? ഇപ്പോൾ തൃക്കാക്കരയിലെ ഫലം കേരളയിൽ വേണോ വേണ്ടയോ തീരുമാനിക്കപ്പെടുന്നതാകുമോ ശ്രീ കെ സരൺകുമാർ? LDF-ന്റെ കൺവീനർ കൃത്യമായി പറഞ്ഞത് കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതായത് കേരളത്തിൽ കഴിഞ്ഞ 6 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളും, അടിസ്ഥാന വികസന രംഗത്ത്, സാമൂഹ്യ സുരക്ഷാ രംഗത്ത്, നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ചർച്ചയാകും. ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ മാത്രം ഹിതപരിശോധനയല്ല, ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ചയാകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 100 തയ്ക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ചാമക്കാല പറഞ്ഞല്ലോ, കുറച്ച് വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതെല്ലാം ചർച്ചയാകും. എല്ലാം ചർച്ചയാകട്ടെ. ഈ കേരളത്തിൽ കുറച്ച് വർഷങ്ങളായി നിലനിന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ സാഹചര്യങ്ങളും ചർച്ചയാകട്ടെ. ഇന്ത്യ പട്ടിണിയിൽ 101 സ്ഥാനത്താകുമ്പോൾ കേരളത്തിൽ പട്ടിണിയില്ലാത്ത സംസ്ഥാനമായി മാറിയതും, കോട്ടയം ജില്ല പട്ടിണിയില്ലാത്ത ഇന്ത്യയിലെ ഏക ജില്ലയായി മാറിയതും എല്ലാം ചർച്ചയാവട്ടെ. ഇറച്ചിവെട്ട് യന്ത്രത്തിന്റെ ഉള്ളിൽ സ്വർണം കൊണ്ടുവന്ന ലീഗ് നേതാവിന്റെ ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ വിഷയം ചർച്ചയാവട്ടെ. അതുപോലെ തന്നെ അവിടെ 10 രൂപയുടെ ഊണ് കൃത്യമായി കൊച്ചി കോർപ്പറേഷനിൽ കൊടുക്കുമ്പോൾ ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ അത്തരമൊരു സംവിധാനം ഇല്ലാത്ത ചർച്ചയാകട്ടെ. പണക്കിഴി കൊടുക്കുന്നത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ ചർച്ചയാകട്ടെ. ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും രാഷ്ട്രീയപരമായി ചർച്ചയാക്കണം എന്ന് തന്നെയാണ് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ ലിസി ഹോസ്പിറ്റലിലേക്ക് ഏതെങ്കിലും പത്രക്കാരെ LDF-ന്റെ നേതാക്കന്മാർ വിളിച്ചു വരുത്തി എന്നത് രൂപത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കൂ. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റായ കാര്യം പത്രക്കാരുമായി സംസാരിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ ആധികാരികമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കുക. സംവാദങ്ങളാകട്ടെ, ചർച്ചയാകട്ടെ. മറിച്ച് സംവാദത്തിന് പോകുന്ന ആൾക്കെതിരെ നടപടിയെടുക്കുന്ന UDF-ന്റെ രീതിയല്ല വേണ്ടത്. മറിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ രാഷ്ട്രീയത്തിൽ തികഞ്ഞ ചർച്ചയാകട്ടെ. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും റിസൾട്ടിനെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ കേരളത്തിൽ വരും 4 വർഷത്തേക്ക് ഇത് തന്നെയല്ലേ സ്ഥിതി. 99 സീറ്റുണ്ട്. എത്ര ഉപതെരഞ്ഞെടുപ്പ് വന്നാലും ഭരണമാറ്റം ഉണ്ടാകുന്ന സാഹചര്യമില്ല. പക്ഷെ എന്നിരുന്നാലും ഈ വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് ഒത്ത് ആം ആദ്മി അടക്കമുള്ള പ്രവർത്തകർ നിൽക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന 8 അതിവേഗ പാതയുണ്ട്. ആ 8 അതിവേഗ പാതയ്ക്ക് സിഗ്നൽ കാണിക്കുന്ന നിങ്ങൾ കേരളത്തിൽ മാത്രം അതിനെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാകട്ടെ, സംവാദമാകട്ടെ. അപ്പോൾ ഇടതുപക്ഷത്തിന് വിജയം ഉറപ്പാക്കുന്ന തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നതിൽ സംശയമില്ല. ശ്രീ N. ലാൽകുമാർ, മറ്റ് ഈ പറയുന്നത് പോലെയുള്ള സാമുദായിക നിറത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുന്നില്ല എങ്കിൽ 23 ദിവസം വളരെ കാതലായ ഇപ്പോൾ വീട്ടിലേക്ക് വോട്ട് ചോദിക്കാൻ വരുന്ന ഇടതുപക്ഷക്കാരോട് എന്തേ നിങ്ങൾ ഇന്ധനത്തിന്റെ നികുതി കുറയ്ക്കുന്നില്ല, BJP-കാരോട് എന്തേ പാചകവാതകം ഇത്ര 100 രൂപ കൂടി തുടങ്ങിയ നിശിതമായ ചോദ്യങ്ങൾ തൃക്കാക്കര ചോദിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ശ്രീ ലാൽകുമാർ? കോൺഗ്രസിനോട് പിന്നെ ഒന്നും ചോദിക്കാനില്ലാത്തതുകൊണ്ട് ആ ചോദ്യം ആശ്മി അങ്ങ് ഒഴിവാക്കിയതായിരിക്കും അല്ലേ? ഇവിടെ സർവതല സ്പർശിയായ വികസനം കാഴ്ചവെക്കുന്ന ഒരു സർക്കാർ അല്ലല്ല. കോൺഗ്രസിനോട് എന്തിനും ചോദിക്കാൻ വേണ്ടി, അപ്പോൾ കോൺഗ്രസിനോട് ചോദിക്കാൻ പോലും ഇല്ല എന്നുള്ളതാണല്ലോ ഹാഷ്മിയുടെ വാദം. അത് പറഞ്ഞു വെച്ച കേട്ട അനുസരിച്ച് അല്ല, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സർവതല സ്പർശിയായ വികസനം നടത്തിയിട്ടുള്ള സംസ്ഥാന സർക്കാരാണ് ഈ സർക്കാർ. ആ സർക്കാർ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇവിടെ UDF-ന്റെ ഒരു കാൻഡിഡേറ്റ് ജയിച്ചിട്ട് എന്ത് വ്യത്യാസമാണ് ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിന് വരാനുള്ളത്, അല്ലെങ്കിൽ തൃക്കാക്കരയ്ക്ക് തന്നെ വരാനുള്ളതെന്നുള്ള വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടി പറയുമെന്ന ഞാൻ കരുതുന്നത്. അത് വലിയ പ്രസക്തിയുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന രീതിയിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടട്ടെ. ഈ ജ്യോതികുമാർ പറഞ്ഞതും രാജേഷ് പറഞ്ഞതും പല കാര്യങ്ങളും ആവശ്യമില്ലാത്തതാണ്. അവർ കുറേ നാളുകളായി ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സംസ്ഥാനത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജ്യോതികുമാറിൻ്റെ പാർട്ടിക്ക് ഈ രാജ്യത്തെ ഭരണം പോയത് തന്നെ അവർക്ക് പറയാൻ അറിയത്തില്ല, പറയേണ്ട ആള് ഇന്ത്യയെ കാണത്തില്ല. പിന്നെ എതുവഴിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ പോലെ നമ്മുടെ മൂകാംബിക വഴി ഗോവ എന്ന് പറയുന്ന പോലത്തെ ഒരു പോക്ക്, ഒരു ടൂറും നടത്തും. അങ്ങനെ നടത്തുന്നതുകൊണ്ട് ഒരു പ്രശ്നമാണ്. അത് അവർ ഔട്ട് ഓഫ് സ്പേസിലാണ്. ഇവിടെ ഈ സ്ഥലത്തില്ല. ഇവിടുത്തെ രാജ്യത്തിൻ്റെ പൾസ് അറിയത്തില്ല, സംസ്ഥാനത്തിൻ്റെ പൾസ് അറിയത്തില്ല. അങ്ങനെ ഇവരൊക്കെ പറയുന്നത് കൃത്യമായി, ഈ പറയുന്ന കോൺഗ്രസ് പ്രതിനിധി പറയുന്നതൊക്കെ കൃത്യമായിരുന്നെങ്കിൽ ഇവരങ്ങ് ജയിക്കണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം ഈ സംസ്ഥാനത്ത് 99 സീറ്റ് മേടിച്ച് പിണറായി വിജയൻ എങ്ങനെ ജയിച്ചത്? ജ്യോതികുമാറും അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് പ്രതിനിധിമാരൊക്കെ എത്രയോ പേര് ഇവിടെ ഒന്ന് ചർച്ച ചെയ്തു. നിങ്ങൾ തന്നെ എത്ര നിരീക്ഷകൻ, എന്നെ ഇപ്പം നിരീക്ഷകൻ എന്നാണോ വിളിച്ചിരിക്കുന്നത്? ഞാൻ നിർബന്ധമായി പറയാറുണ്ട് ഇടതുപക്ഷ നിരീക്ഷകൻ തന്നെ എഴുതണമെന്ന്. ഇതല്ലാത്ത വേറെ നിരീക്ഷകരെയൊക്കെ കൊണ്ടുവച്ചിട്ട് നിങ്ങളിരുന്ന് എല്ലാം പറയിപ്പിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ല. നടന്നോ? അത്രേ ഉള്ളൂ, കാര്യം അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞാലേ തൃക്കാക്കര, ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിക്കാം. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃക്കരിപ്പൂർ ആയിരുന്നിരിക്കട്ടെ, നിങ്ങൾ അതിൻ്റെ ഹിതപരിശോധന കേരളയിലുള്ളതാന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ?
അപ്പൊ നിങ്ങൾ പറയും അല്ല അത് പല കാര്യങ്ങളില്ലേ തൃക്കരിപ്പൂര് വരും വെച്ച് മാത്രം നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനല്ല അതിനെ എടുക്കേണ്ടത്. ഇത് കേരളയിൽ നിർബന്ധമായും ചർച്ചയാകും. പക്ഷേ എന്ന് കരുതി കേരളയിൽ മാത്രമാണെന്ന് വിചാരിക്കല്ലോ. CPM-ന്റെ ഒരു കോട്ടയ്ക്കകത്ത് വെച്ചിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾ അത് പറയുമോ, സമ്മതിക്കുമോ? ഇല്ല, കേരളയിൽ ഹിതപരിശോധന എന്ന് പറഞ്ഞു തുടങ്ങിയ LDF നേതാക്കളാണ്. കേരളയിൽ ഹിതപരിശോധന എന്ന് പറഞ്ഞു തുടങ്ങിയത് അഡ്വക്കേറ്റ് KS അരുൺകുമാറിന്റെ പാർട്ടിക്കാരും LDF നേതാക്കളുമാണ്. എന്തായാലും ഈ പറയുന്ന കേരളയിൽ എന്തിനാണ് കേരളയിൽ ഹിതപരിശോധന ഭയക്കേണ്ട കാര്യം എന്താണ്? കേരളയിൽ ഹിതപരിശോധന നടക്കേണ്ടത് പറയട്ടെ. അല്ല ഞാൻ പറയട്ടെ അതുകൊണ്ട് അത് മാത്രം എന്നുള്ളൊരു അർത്ഥമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേരളയിലെയും ഹിതപരിശോധന അങ്ങനെ പറയാമല്ലോ. കേരളയിലെയും ഹിതപരിശോധന എന്ന് പറയാമല്ലോ. കേരളയിലാണ്. അല്ല ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താ? ഇല്ലെന്ന് കേരളയിൽ വേണ്ടിയുള്ള വെർഡിക്റ്റ് ആണെന്ന് പറഞ്ഞു തുടങ്ങിയത് കോൺഗ്രസ്സുകാരല്ല. അരുൺകുമാറിന്റെ പാർട്ടിയും താങ്കളുടെ പാർട്ടിക്കാരാണ് പറഞ്ഞു തുടങ്ങിയത്. അങ്ങനൊന്നും LDF-ന്റെ കൺവീനർ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. LDF നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അങ്ങനെയല്ല. ഇത് കേരളത്തിന് വേണ്ടിയുള്ള ജനവിധിയാണ് വ്യക്തമായത്. ഞാൻ LDF കൺവീനർ എന്നല്ല പറഞ്ഞത്. LDF നേതാക്കളും CPM നേതാക്കളും പറഞ്ഞിട്ടുണ്ടെന്നേ. നിങ്ങൾക്കിപ്പോ പേടിയുണ്ടോ? അല്ല, നിങ്ങൾക്കിപ്പോ പേടിയുണ്ടോ ശ്രീ ലാൽകുമാർ? ഇത് കേരളയിൽ ജനവിധിയാണെന്ന് പറയാൻ പേടിയുണ്ടോ? എന്നാ പറഞ്ഞൂടെ? എന്തിനാണ് പ്രതിരോധം? എന്തിനാണ് പ്രതിരോധം? എന്തിനാണ് ഡിഫൻസ്? എന്തിനാണ് ഡിഫൻസ്? കേരളയിലടക്കം ചർച്ചയാവട്ടെ. എന്റെ സമയം കഴിഞ്ഞതുകൊണ്ടാണ്. എന്റെ സമയം കഴിഞ്ഞതുകൊണ്ടാണ്. ഇല്ല, എന്റെ സമയം കഴിഞ്ഞു. കേരളയിൽ ചർച്ചയാവുന്നതിന് ഭയം എന്തിരുന്നേ? കേരളയിൽ ചർച്ചയാവട്ടെ. അവിടെ കേരളയിലടക്കം എല്ലാ വിഷയങ്ങളും ചർച്ചയാവട്ടെ. കേരളയിലടക്കം എല്ലാ വിഷയങ്ങളും ഹിതപരിശോധന ആവട്ടെ. രണ്ടാം പിണറായി സർക്കാർ ഒന്നാം വാർഷികത്തിൽ സർക്കാരിന്റെ ഹിതപരിശോധന ആവട്ടെ. ശരി, എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എന്റെ സമയം ക്ഷമിക്കണം. ഇല്ല, എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.